നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ മുറിയിലല്ല. ഈ നിമിഷം വർത്തമാനകാലത്തിന്റെ എല്ലാ ശബ്ദങ്ങളും വെളിച്ചങ്ങളും നിങ്ങളുടെ ചുറ്റും നിന്ന് മാഞ്ഞു പോവുകയാണ്. സമയമെന്നത് ഒരു നേർരേഖയല്ല, അതൊരു സമുദ്രമാണ്. ആ സമുദ്രത്തിലൂടെ നമ്മളിപ്പോൾ പിന്നിലേക്ക് ഒഴുകുകയാണ്. 1, 2, 3, 100 വർഷങ്ങൾ പിന്നിലേക്ക്, 500 വർഷങ്ങൾ പിന്നിലേക്ക്. ഇല്ല, നമ്മൾ നിൽക്കുന്നില്ല. 1000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നത് AC-യുടെ മൂളലോ വാഹനങ്ങളുടെ ഇരമ്പലോ അല്ല. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു വലിയ മുഴക്കം. ആകാശത്തുനിന്ന് വരുന്നതാണോ അതോ ഭൂമിക്കടിയിൽ നിന്നോ? അല്ല, അത് സമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രം അതിൻ്റെ പൂർണ്ണമായ വന്യതയോടെ ഗർജിക്കുന്ന ശബ്ദമാണത്. കണ്ണുകൾ തുറക്കൂ. ഇത് ക്രിസ്തുവിനു ശേഷം 1025 വർഷം. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ഭൂപടത്തിലല്ല. ഇത് നാഗപട്ടണമാണ്, ചോള സാമ്രാജ്യത്തിൻ്റെ ഇതിഹാസതുല്യമായ നാവിക ആസ്ഥാനം. സമയം പാതിരാത്രിയോടടുക്കുന്നു. നിങ്ങളുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റിന് വല്ലാത്തൊരു തണുപ്പുണ്ട്. ഒപ്പം ഉപ്പിൻ്റെയും കരിഞ്ഞ മരത്തിൻ്റെയും ആയിരക്കണക്കിന് പന്തങ്ങളിൽ നിന്നുയരുന്ന പുകയുടെയും ഗന്ധം. ആകാശം നോക്കൂ. അവിടെ നക്ഷത്രങ്ങളില്ല, കറുത്തിരുണ്ട കാർമേഘങ്ങൾ മാത്രം. ഇടയ്ക്കിടെ ആകാശത്തെ കീറിമുറിക്കുന്ന മിന്നൽ പിണരുകൾ. ആ വെളിച്ചത്തിൽ നിങ്ങളുടെ മുന്നിൽ പരന്നുകിടക്കുന്ന ആ കാഴ്ച കണ്ട് നിങ്ങൾ സ്തംഭിച്ചു പോകും. അതൊരു തുറമുഖമല്ല, അതൊരു ഒഴുകുന്ന നഗരമാണ്. കടലിൻ്റെ ഉപരിതലം കാണാൻ കഴിയാത്തത്രയും കപ്പലുകൾ. 10 100 അല്ല, ആയിരക്കണക്കിന് യുദ്ധക്കപ്പലുകൾ തിരമാലകൾക്ക് മുകളിൽ തത്തിക്കളിക്കുന്നു. കറുത്ത തടികൾ കൊണ്ട് നിർമ്മിച്ച രാക്ഷസീയമായ വലിപ്പമുള്ള കപ്പലുകൾ. അവയുടെ പായ്മരങ്ങൾ ആകാശത്തേക്ക് കുന്തമുനകൾ പോലെ ഉയർന്നു നിൽക്കുന്നു. ഓരോ പായ്മരത്തിലും ചുവന്ന നിറത്തിലുള്ള കൊടികൾ കാറ്റിൽ ഭ്രാന്തമായി പറക്കുന്നു. ആ കൊടികളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിഹ്നം, മിന്നൽ വെളിച്ചത്തിൽ അത് തെളിയുമ്പോൾ ഏതൊരു ശത്രുവിൻ്റെയും ഹൃദയം ഒന്ന് നിന്നുപോകും. വായ പിളർന്നു നിൽക്കുന്ന കടുവ, ചോളന്റെ പുലി. ഇത് ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകവും എന്നാൽ ഏറ്റവും മനോഹരവുമായൊരു നിമിഷമാണ്. രാജേന്ദ്ര ചോളൻ എന്ന ചക്രവർത്തി തെക്കുകിഴക്കൻ ഏഷ്യയെ മുഴുവൻ വിഴുങ്ങാൻ തൻ്റെ നാവികപ്പടയെ അയക്കുന്ന രാവുളവാണിത്. ഈ രാത്രിക്ക് ശേഷം ഏഷ്യയുടെ ചരിത്രം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. നമുക്ക് ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടക്കാം. പേടിക്കണ്ട, നിങ്ങൾക്കവർക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. നമ്മൾ കാലത്തിൻ്റെ സാക്ഷികൾ മാത്രമാണ്. മണൽത്തിട്ടയിൽ ആയിരക്കണക്കിനു ഭടന്മാർ. അവരുടെ ശരീരങ്ങൾ എണ്ണയിട്ട് മിനുക്കിയിരിക്കുന്നു. കറുത്ത നിറം, വിരിഞ്ഞ മാറുകൾ, കൈകളിൽ കൂറ്റൻ വേലുകളും അടയിൽ തൂങ്ങിക്കിടക്കുന്ന വാളുകളും. അവരുടെ മുഖത്തു നോക്കൂ. അവിടെ ഭയമില്ല, മറിച്ച് ഒരു തരം ഉന്മാദമാണ്, യുദ്ധത്തിൻ്റെ ഉന്മാദം. ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് യാത്ര പറയുകയാണ്. ചിലർ തങ്ങളുടെ ആയുധങ്ങൾ അവസാനമായി പരിശോധിക്കുന്നു. മറ്റു ചിലർ കടലിലേക്ക് നോക്കി മൗനമായി പ്രാർത്ഥിക്കുന്നു. കടലമ്മ തങ്ങളെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥനയല്ലാതെ, മറിച്ച് എത്ര വലിയ തിരമാല വന്നാലും ഞങ്ങളുടെ കപ്പലുകൾ തകരല്ലേ എന്ന അപേക്ഷയാണ്. കാരണം അവർക്ക് നേരിടാനുള്ളത് കടലിനെ മാത്രമല്ല, കടലിനപ്പുറമുള്ള ശ്രീവിജയ എന്ന വമ്പൻ സാമ്രാജ്യത്തെ കൂടിയാണ്. തുറമുഖത്തിൻ്റെ വടക്കേ അറ്റത്തേക്ക് നോക്കൂ. അവിടെ മറ്റെല്ലാ കപ്പലുകളെയും നാണിപ്പിക്കുന്ന വിധത്തിൽ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു കപ്പൽ കാണാം. രാജേന്ദ്ര ചോളന്റെ അനന്തനാഗി. അതൊരു സാധാരണ കപ്പലല്ല. 7 തട്ടുകളുള്ള 100 ആനകളെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള കടലിലെ കോട്ടയാണത്. ആ കപ്പലിൻ്റെ മുൻഭാഗം കൊത്തിയിരിക്കുന്നത് ഒരു വ്യാളിയുടെ രൂപത്തിലാണ്. അതിൻ്റെ കണ്ണുകളിൽ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. പന്തങ്ങളുടെ വെളിച്ചത്തിൽ ആ വ്യാളി ജീവനോടെ അനങ്ങുന്നതായി തോന്നും. കപ്പലിൻ്റെ നിർമ്മാണ രീതി ശ്രദ്ധിക്കൂ. ഇത് യൂറോപ്യൻ കപ്പലുകൾ പോലെയല്ല. ഇതിൽ ഇരുമ്പാണികൾ ഉപയോഗിച്ചിട്ടില്ല. പകരം കട്ടിയുള്ള തേക്കിൻ തടികൾ, തെങ്ങിൻ നാരുകൊണ്ടുണ്ടാക്കിയ വടങ്ങൾ ഉപയോഗിച്ച് തുന്നിക്കെട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണിങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. അതാണ് ചോളന്റെ എഞ്ചിനീയറിംഗ് മാജിക്. ഇരുമ്പാണികൾ അടിച്ച കപ്പലുകൾ സമുദ്രത്തിലെ വമ്പൻ തിരമാലകൾ ഇടിക്കുമ്പോൾ വിള്ളൽ വീണ് തകരും. എന്നാൽ തുന്നിക്കെട്ടിയ കപ്പലുകൾ വഴങ്ങിക്കൊടുക്കും. അവ ഒടിയുകയില്ല. വെള്ളത്തിനൊപ്പം ഒഴുകുക,
വെള്ളത്തെ തടയരുത്. ഇതായിരുന്നു അവരുടെ തത്വം. ഈ സാങ്കേതിക വിദ്യയാണ് ചോളന്മാരെ സമുദ്രത്തിലെ രാജാക്കന്മാരാക്കിയത്. അന്തരീക്ഷം വല്ലാതെ മുറുകിയിരിക്കുന്നു. കടലിലെ തിരമാലകളുടെ ശബ്ദത്തിനൊപ്പം ചെണ്ടകളുടെയും കൊമ്പുകളുടെയും ശബ്ദം കൂടിക്കലരുന്നു. ഡും ഡും ഡും. യുദ്ധഭേരികകൾ മുഴങ്ങാൻ തുടങ്ങി. ഓരോ അടിയിലും ഭടന്മാരുടെ രക്തം തിളയ്ക്കുന്നു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ഒരനക്കം. എല്ലാവരും ഒരു ദിശയിലേക്ക് തിരിയുന്നു. ശിരസുകൾ കുനിയുന്നു, കുന്തങ്ങൾ താഴുന്നു. ഒരു രഥം വരുന്നു, സ്വർണം കൊണ്ട് അലങ്കരിച്ച രഥം. അതിൽ വന്നിറങ്ങുന്നത് രാജേന്ദ്ര ചോളനല്ല. കാരണം രാജാവ് നേരിട്ട് ഈ യാത്രയിൽ പോകുന്നില്ല. ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ടെങ്കിലും പക്ഷേ രാജാവിൻ്റെ വാളും രാജാവിൻ്റെ ആജ്ഞയും വഹിച്ചുകൊണ്ടുവരുന്നത് സാക്ഷാൽ സൈന്യാധിപനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും മാഞ്ഞുപോയിരിക്കാം. പക്ഷേ നമുക്കദ്ദേഹത്തെ അരായൻ എന്ന് വിളിക്കാം. അദ്ദേഹം കപ്പലിൻ്റെ മുകളിലെ തട്ടിൽ കയറി നിൽക്കുന്നു. മിന്നൽ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങൾ തിളങ്ങുന്നു. അദ്ദേഹം തൻ്റെ വാൾ ആകാശത്തേക്കുയർത്തുന്നു. ആ നിമിഷം ആയിരക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് ഒരേയൊരു ശബ്ദമുയർന്നു: വെട്രിവേൽ, വീരവേൽ. വിജയത്തിൻ്റെ വേൽ, വീരന്മാരുടെ വേൽ. ആ ശബ്ദം ഇടിമുഴക്കത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു. കടലിലെ മീനുകൾ പോലും ആ ശബ്ദം കേട്ട് ഭയന്ന് വിറച്ചിട്ടുണ്ടാകണം. പക്ഷേ ഈ ആവേശത്തിനിടയിലും ഒരു ചോദ്യം ബാക്കിയാവുന്നു. എന്തിനാണ് ഈ യുദ്ധം? എന്തിനാണ് ഇത്രയധികം കപ്പലുകൾ? എന്തിനാണ് 10,000കണക്കിന് മനുഷ്യർ തിരിച്ചു വരുമോ എന്നുറപ്പില്ലാത്ത ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്? ഇത് വെറുമൊരു മണ്ണ് പിടിച്ചടക്കലല്ല. ഇത് ചോളന്റെ അഭിമാനത്തിൻ്റെ പോരാട്ടമാണ്. വർഷങ്ങളായി കിഴക്കൻ കടലിലെ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ശ്രീവിജയ സാമ്രാജ്യമാണ്. ഇന്നത്തെ ഇന്തോനേഷ്യ, മലേഷ്യ. ചോളരാജ്യത്തെ വ്യാപാരികൾ ചൈനയിലേക്ക് സ്വർണവും പത്തും വാങ്ങാൻ പോകുമ്പോൾ ശ്രീവിജയക്കാർ തടഞ്ഞു. കപ്പലുകൾ കൊള്ളയടിച്ചു. ഇന്ത്യൻ മഹാസമുദ്രം ഞങ്ങളുടേതാണ് എന്ന് ശ്രീവിജയ അഹങ്കരിച്ചു. രാജേന്ദ്ര ചോളന്റെ കൊട്ടാരത്തിൽ കണ്ണീരോടെ വന്നെത്തിയ ഒരു തമിഴ് വ്യാപാരിയുടെ വാക്കുകൾ രാജാവിന്റെ ഉറക്കം കെടുത്തിയിരുന്നു. മഹാരാജാവേ, ഞങ്ങളെ അവർ പട്ടികളെപ്പോലെയാണ് നടത്തിയത്. ചോളന്റെ കൊടി കണ്ടിട്ടും അവർ ഞങ്ങളെ ആക്രമിച്ചു. അങ്ങ് സമുദ്രത്തിലെ സൂര്യനാണെങ്കിൽ അവർ ആ സൂര്യനെ മറയ്ക്കുന്ന കാർമേഘങ്ങളാണ്. അന്ന് രാജേന്ദ്ര ചോളൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം ഭൂപടത്തിലേക്ക് നോക്കി. തഞ്ചാവൂരിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെ കിടക്കുന്ന ശ്രീവിജയ സാമ്രാജ്യം. സൂര്യനെ മറയ്ക്കാൻ ഒരു കാർമേഘത്തിനും കഴിയില്ല, അദ്ദേഹം മന്ത്രിച്ചു. അവർക്ക് സമുദ്രം ഒരു തടസ്സമാണെങ്കിൽ നമുക്കതൊരു പാതയാണ്. ചോളന്റെ കപ്പലുകൾ ഇനി ശ്രീവിജയത്തിന്റെ തുറമുഖങ്ങളിൽ നങ്കൂരമിടും. വ്യാപാരത്തിനു വേണ്ടിയല്ല, വിധിയെഴുതാൻ വേണ്ടി. അങ്ങനെയാണ് ഈ രാത്രി ഉണ്ടായത്. ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. അനന്തനാഗിയുടെ വലിയ പായ്മരങ്ങൾ നിവർത്തപ്പെടുന്നു. ഭീമാകാരമായ പായ്കൾ കാറ്റിൽ നിറയുന്നു. നങ്കൂരങ്ങൾ ഉയർത്തുന്ന ശബ്ദം, വലിയ ചങ്ങലകൾ മരത്തടിയിൽ ഉരസുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഒന്നൊന്നായി കപ്പലുകൾ കരയിൽ നിന്നകലാൻ തുടങ്ങി. കരയിൽ നിൽക്കുന്ന അമ്മമാർ, ഭാര്യമാർ, കുഞ്ഞുങ്ങൾ. അവരുടെ കണ്ണുനീർ മഴയിൽ അലിഞ്ഞു ചേരുന്നു. അവർക്കറിയാം, പോകുന്നവരിൽ പകുതി പേർ പോലും തിരിച്ചുവരില്ല എന്ന്. കടലിലെ ചുഴലിക്കാറ്റുകൾ, സ്രാവുകൾ, അപരിചിതമായ രോഗങ്ങൾ, പിന്നെ ക്രൂരരായ ശത്രുക്കൾ. മരണം പല രൂപത്തിൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഭടന്മാരുടെ കണ്ണുകളിൽ നോക്കൂ. അവിടെ മരണഭയമില്ല. അവിടെ തിളങ്ങുന്നത് തഞ്ചാവൂർ പെരിയ കോവിലിന്റെ ഗോപുരം പോലെ ഉയർന്ന ആത്മവിശ്വാസമാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു കപ്പൽപ്പടയുടെ യാത്രയല്ല, ഒരു നാഗം അതിന്റെ മാളത്തിൽ നിന്നിറങ്ങി ഇരയെ തേടിപ്പോകുന്ന കാഴ്ചയാണ്. കറുത്ത സമുദ്രത്തിലേക്ക് വെളിച്ചത്തിന്റെ പൊട്ടുകൾ പോലെ ആ കപ്പലുകൾ മറയുന്നു. നമുക്കും അവരുടെ കൂടെ പോകാം. ഈ യാത്ര സുഖകരമായിരിക്കില്ല. തിരമാലകൾ കപ്പലിനെ തകർക്കാൻ ശ്രമിക്കും. ഇരുട്ടിൽ എന്താണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ചരിത്രപുസ്തകങ്ങൾ പോലും ഭയത്തോടെ മാത്രം രേഖപ്പെടുത്തിയ ചില സത്യങ്ങളാവാം. കാറ്റു മുറുകുന്നു. ചോളപ്പടയുടെ ആദ്യത്തെ കപ്പൽ ചക്രവാളത്തിലേക്ക് കടക്കുന്നു. ഇത് 1025ന്റെ തുടക്കം മാത്രമല്ല, ഇത് സമുദ്രത്തിലെ സാമ്രാജ്യത്തിന്റെ ഉദയമാണ്. പക്ഷേ ഈ മഹായാത്രയ്ക്ക് പിന്നിൽ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. രാജാവ് സൈന്യത്തോട് പറഞ്ഞത് ശ്രീവിജയത്തെ ആക്രമിക്കാനാണ്. എന്നാൽ കപ്പലിന്റെ രഹസ്യ അറകളിൽ ചില പ്രത്യേക ഭൂപടങ്ങളും വിചിത്രമായ ചില യന്ത്രങ്ങളും സൂക്ഷിച്ചിരുന്നു.
അവ എന്തിനുള്ളതാണ്? ശത്രുവിനെ കൊല്ലാൻ മാത്രമല്ല ചോളൻ കടൽ കടക്കുന്നത്. മറ്റെന്തോ ഒന്ന്, ചരിത്രം ഇന്നുവരെ വെളിപ്പെടുത്താത്ത എന്തോ ഒന്ന് തേടിയാണ് ഈ യാത്ര. അതെന്താണെന്നറിയാൻ നമ്മൾ ഈ കപ്പലുകളിലൊന്നിൽ ഒളിച്ചിരിക്കണം. വരൂ, ഇരുട്ട് കനക്കുന്നതിന് മുൻപേ നമുക്ക് കയറാം. നമ്മൾ കണ്ട 1025-ലെ ആ ഭയാനകമായ രാത്രിയിൽ നിന്നും നമുക്കൊന്ന് മാറി നിൽക്കാം. കൊടുങ്കാറ്റിന്റെ ഇരമ്പലിൽ നിന്നും യുദ്ധത്തിന്റെ മുറവിളികളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ തെളിയുന്ന ചിത്രം മറ്റൊന്നാണ്. പച്ചപ്പട്ടു വിരിച്ച പാടങ്ങൾ, ചക്രവാളം വരെ നീളുന്ന തെങ്ങിൻതോപ്പുകൾ, ശാന്തമായി ഒഴുകുന്ന നദികൾ. ഇത് കാവേരി നദീതടമാണ്, ചോള സാമ്രാജ്യത്തിന്റെ കളിത്തൊട്ടിൽ. പൊന്നി നദി എന്ന് തമിഴ് മക്കൾ സ്നേഹത്തോടെ വിളിക്കുന്ന കാവേരിയുടെ മടിത്തട്ട്. ഇവിടെയാണ് എല്ലാം തുടങ്ങിയത്. പക്ഷേ ഈ ശാന്തതയ്ക്കടിയിൽ വലിയൊരശാന്തി പുകയുന്നുണ്ടായിരുന്നു. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ചോളന്മാർ എപ്പോഴും വിജയികളായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവർഷം 800കളുടെ തുടക്കത്തിൽ ഈ വലിയ സാമ്രാജ്യം വെറുമൊരു ഓർമ്മ മാത്രമായിരുന്നു. പല്ലവന്മാരും പാണ്ഡ്യന്മാരും തമിഴകം അടക്കി വാഴുന്ന കാലം. ഒരു കാലത്ത് പ്രതാപത്തോടെ നിന്ന ചോളരാജാക്കന്മാർ തങ്ങളുടെ ചെറിയ നാട്ടുരാജ്യങ്ങളിൽ ഒതുങ്ങി മറ്റു രാജാക്കന്മാർക്ക് കപ്പം കൊടുത്ത് ജീവിക്കേണ്ടി വന്ന ഗതികെട്ട അവസ്ഥയിലായിരുന്നു. സങ്കൽപ്പിക്കുക, സ്വന്തം മണ്ണിൽ അന്യന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടി വരുന്ന ഒരു രാജവംശത്തിന്റെ അപമാനം. എന്നാൽ ചരിത്രം സാക്ഷിയാണ്. ചാരത്തിൽ നിന്നാണ് ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുന്നത്. ചോളന്മാരുടെ കാര്യത്തിൽ ആ ഫീനിക്സ് പക്ഷിയുടെ പേര് വിജയാലയ ചോളൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് വലിയ സൈന്യമുണ്ടായിരുന്നില്ല, വലിയ ഖജനാവുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ടായിരുന്നു: കാത്തിരിക്കാനുള്ള ക്ഷമ. പല്ലവന്മാരും പാണ്ഡ്യന്മാരും തമ്മിൽ തഞ്ചാവൂരിനു വേണ്ടി യുദ്ധം ചെയ്ത് തളർന്നപ്പോൾ പരിക്കേറ്റ കടുവയെപ്പോലെ വിജയലായൻ കുതിച്ചുചാടി. തഞ്ചാവൂർ പിടിച്ചെടുത്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. എന്നാൽ ചോളന്മാർ വെറും കരയിലെ രാജാക്കന്മാരായി തുടരാൻ ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ട്? ഇവിടെയാണ് ചോള സാമ്രാജ്യത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ പ്രവർത്തിച്ചത്. അവർ ഭൂപടത്തിലേക്ക് നോക്കി. വടക്ക് വലിയ പർവ്വതങ്ങൾ, പടിഞ്ഞാറ് ചേരന്മാരും പശ്ചിമഘട്ടവും, തെക്കും കിഴക്കും അനന്തമായ സമുദ്രം. അവർക്ക് മനസ്സിലായി, നമുക്ക് ചുറ്റും ശത്രുക്കളാണ്. കരയിലൂടെയുള്ള വഴികൾ അടഞ്ഞുകിടക്കുന്നു. നമ്മൾ വളരണമെങ്കിൽ നമുക്കൊരേ ഒരു വഴിയേയുള്ളൂ, ആ നീല ജലരാശി. പക്ഷേ അക്കാലത്ത് കടൽയാത്ര എന്നത് ചോളന്മാർക്കത്ര വശമുണ്ടായിരുന്നില്ല. കടൽ എന്നത് മീൻപിടുത്തക്കാർക്ക് മാത്രം ആശ്രയമുള്ള ഒരിടമായിരുന്നു. രാജാക്കന്മാർക്ക് കടൽ ഒരതിർത്തി മാത്രമായിരുന്നു. ഈ ചിന്താഗതി മാറ്റിയെഴുതിയത് ഒരാളാണ്. ചോള സാമ്രാജ്യത്തിന്റെ മാത്രമല്ല, ദക്ഷിണേന്ത്യയുടെ തന്നെ വിധി മാറ്റിയെഴുതിയ മഹാനായ ശില്പി രാജരാജ ചോളൻ. അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ചോളന്മാരുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരുന്നു. കേരളത്തിലെ ചേരന്മാർക്ക് ശക്തമായ കപ്പൽപ്പടയുണ്ട്. ശ്രീലങ്കയിലെ സിംഹള രാജാക്കന്മാർക്ക് കടലിൽ ആധിപത്യമുണ്ട്. ഇവർ രണ്ടു കൂട്ടരും ചേർന്ന് ചോളന്മാരെ വരിഞ്ഞു മുറുക്കാൻ പദ്ധതിയിടുന്നു. ഒരു ദിവസം തഞ്ചാവൂരിലെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് കടലിലേക്ക് നോക്കി നിൽക്കെ രാജരാജനൊരു സത്യം തിരിച്ചറിഞ്ഞു. നമ്മുടെ ശത്രുക്കൾ നമ്മളെ തോൽപ്പിക്കുന്നത് കരയിലല്ല, കടലിലാണ്. അവർക്ക് കടലൊരു ആയുധമാണ്. നമുക്കതൊരു ഭയമാണ്. ആ നിമിഷം ആ ഭയത്തെ ജയിക്കാൻ രാജരാജൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ മന്ത്രിമാരോട് പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് കുതിരലായങ്ങളല്ല, കപ്പൽശാലകളാണ്. ആനകളെ പരിശീലിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നാവികരെ പരിശീലിപ്പിക്കുന്നതാണ്. അങ്ങനെ കാവേരിയുടെ തീരങ്ങളിൽ ഒരു നിശബ്ദ വിപ്ലവം ആരംഭിച്ചു. ചരിത്രപുസ്തകങ്ങൾ അധികം പാടിപ്പുകഴ്ത്താത്ത, എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ രഹസ്യ കപ്പൽ നിർമ്മാണശാലകൾ, സീക്രട്ട് ഡോക്യാർഡ്സ്. ഇനി നമുക്ക് പോകേണ്ടത് നാഗപട്ടണത്തിനൽപ്പം വടക്കുള്ള കാടുകളിലേക്കാണ്. ആധുനിക ചരിത്രകാരന്മാർക്ക് പോലും പൂർണ്ണമായി കണ്ടെത്താൻ കഴിയാത്ത ചിലയിടങ്ങൾ. നിങ്ങൾ ആ കാട്ടിലൂടെ നടക്കുന്നത് സങ്കൽപ്പിക്കുക. പക്ഷികളുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ മരം മുറിക്കുന്ന ശബ്ദം കേൾക്കാം. ആയിരക്കണക്കിന് മരങ്ങൾ, കൂറ്റൻ തേക്കുമരങ്ങൾ, വേങ്ങ, പലകപ്പയ്യാനി തുടങ്ങിയ വൻ വൃക്ഷങ്ങൾ ആനകളെ ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുപോകുന്നു. അവിടെ വലിയൊരു കപ്പൽ നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്നുള്ള ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തരായ പടയാളികൾ ആ സ്ഥലത്തിന് കാവൽ നിൽക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച നേവൽ എഞ്ചിനീയറിംഗ് അവിടെ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. രാജരാജ ചോളൻ മനസ്സിലാക്കിയിരുന്നു, തങ്ങളുടെ പരമ്പരാഗതമായ ചെറിയ വള്ളങ്ങൾ കൊണ്ട് സമുദ്രം കടക്കാൻ കഴിയില്ലെന്ന്.
അറബികൾക്കും ചൈനക്കാർക്കും വലിയ കപ്പലുകളുണ്ട്. അവരുടെ സാങ്കേതിക വിദ്യകൾ പഠിക്കണം. പക്ഷേ അതനുകരിച്ചാൽ മാത്രം പോരാ, അതിനേക്കാൾ മികച്ചതുണ്ടാക്കണം. ചോളന്മാരുടെ കപ്പലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതാണ് തുന്നിയ കപ്പലുകൾ. ഇന്നത്തെ കപ്പലുകൾ ഉണ്ടാക്കുന്നത് ഇരുമ്പാണികൾ ഉപയോഗിച്ചാണ്. എന്നാൽ ചോളന്മാർ ഇരുമ്പിനെ വിശ്വസിച്ചില്ല. എന്തുകൊണ്ട്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉപ്പുവെള്ളം ഇരുമ്പിനെ വേഗത്തിൽ തുരുമ്പെടുപ്പിക്കും. മാത്രമല്ല, സമുദ്രത്തിലെ വന്യമായ തിരമാലകൾ കപ്പലിന്റെ അടിത്തട്ടിൽ അഥവാ ഹള്ളിൽ വന്നിടിക്കുമ്പോൾ ഇരുമ്പാണികൾ തറച്ച തടികൾക്ക് വഴങ്ങാൻ കഴിയില്ല, അത് പൊട്ടിപ്പോകും. എന്നാൽ ചോളന്മാർ ഉപയോഗിച്ചത് തെങ്ങിൻ ചകിരി കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള കയറുകളായിരുന്നു. തേക്കിൻ പലകകൾ കൃത്യമായ അളവിൽ മുറിച്ച് അവയിൽ ദ്വാരങ്ങളിട്ട് ഈ കയറുകൾ കൊണ്ട് തുന്നിക്കെട്ടി. വിടവുകളിൽ പശയും എണ്ണയും ചേർത്ത് ഒരു പ്രത്യേക മിശ്രിതം റെസിൻ ആൻഡ് ഫിഷ് ഓയിൽ തേച്ചുപിടിപ്പിച്ചു. ഇതിന്റെ ഗുണമെന്താണെന്നോ? കടലിലെ വലിയ തിരമാലകൾ വരുമ്പോൾ ഈ കപ്പലുകൾ വഴങ്ങിക്കൊടുക്കും, ഫ്ലെക്സിബിളാകും, ഒടിയുകയില്ല. തിരമാലയുടെ ശക്തിയെ അതാഗിരണം ചെയ്യും. പാശ്ചാത്യ നാവികർ ഇതിനെ മാജിക് എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യക്കാരുടെ കപ്പലുകൾ വെള്ളത്തിൽ ഒഴുകുന്ന ഇലകൾ പോലെയാണ്, അവ തകരില്ല എന്ന് മാർക്കോ പോളോ പിന്നീട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ നിർമ്മാണശാലയിലേക്കൊന്ന് നോക്കൂ. ആയിരക്കണക്കിന് ആശാരിമാർ, അവരുടെ ദേഹം മുഴുവൻ മരപ്പൊടി, വിയർപ്പിൽ കുതിർന്ന ശരീരങ്ങൾ. രാവും പകലും പണി നടക്കുന്നു. ഒരു കപ്പലുണ്ടാക്കാൻ മാസങ്ങളെടുക്കും. കപ്പലിന്റെ അടിഭാഗം അഥവാ കീൽ ഉണ്ടാക്കുന്നത് ഒറ്റ തടി കൊണ്ടാണ്. അതാണ് കപ്പലിന്റെ നട്ടെല്ല്. അതിനു മുകളിൽ വാരിയെല്ലുകൾ പോലെ തടികൾ വയ്ക്കുന്നു. രാജരാജ ചോളൻ ഇടയ്ക്കിടെ ഇവിടെ സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹം ആശാരിമാരോട് ചോദിക്കും, പ്രഭോ, ഈ കപ്പലിന് എത്ര ഭാരം താങ്ങാൻ കഴിയും? പ്രധാന ശില്പി അഥവാ പെരുന്തച്ഛൻ മറുപടി പറയും, പ്രഭോ, 100 ആനകളെയും കൊണ്ട് ഇത് തിരമാലകൾക്ക് മുകളിലൂടെ പറക്കും. അതെ, ആനകൾ. ചോള നാവികസേനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. അവർ വെറും ഭടന്മാരെ മാത്രമല്ല കൊണ്ടുപോയത്, കുതിരകളെയും ആനകളെയും അവർ കപ്പലിൽ കയറ്റി. ആനകളെ കപ്പലിൽ കയറ്റുക എന്നത് അക്കാലത്ത് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എങ്ങനെയാണ് ആ ഭീമാകാരമായ ജീവികളെ അവർ സമുദ്രത്തിലൂടെ കൊണ്ടുപോയത്? അതിനായി അവർ പ്രത്യേക തട്ടുകൾ, ഡെക്സ് ഉണ്ടാക്കി. ആനകൾക്ക് നിൽക്കാൻ കപ്പലിന്റെ അടിത്തട്ടിൽ പ്രത്യേക അറകൾ. അവയ്ക്ക് പേടിയാകാതിരിക്കാൻ കണ്ണുകൾ കെട്ടിയിരുന്നുവെന്നും കപ്പലിന്റെ ആട്ടം അവരെ അറിയിക്കാതിരിക്കാൻ പ്രത്യേക പരിശീലനം നൽകിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതൊന്നും വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. വർഷങ്ങളുടെ പരീക്ഷണങ്ങൾ, പരാജയങ്ങൾ, മുങ്ങിപ്പോയ കപ്പലുകൾ, മരിച്ച നാവികർ, ഇതിനെല്ലാം ഒടുവിലാണ് അവർ ആ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയത്. രാജരാജൻ പണിതത് കപ്പലുകൾ മാത്രമായിരുന്നില്ല, ഒരു സംസ്കാരത്തെ കൂടിയായിരുന്നു. അദ്ദേഹം വെള്ളാളർ അഥവാ കർഷകർ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളെ തിരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ കയ്യിൽ കലപ്പയല്ല, തുഴകളാണ് വേണ്ടത്. പാടങ്ങളല്ല, സമുദ്രമാണ് നിങ്ങളുടെ കൃഷിയിടം. അവരെ നീന്താൻ പഠിപ്പിച്ചു. നക്ഷത്രങ്ങളെ നോക്കി ദിശ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചു, സെലസ്റ്റിയൽ നാവിഗേഷൻ. കാറ്റിന്റെ ഗന്ധം നോക്കി കൊടുങ്കാറ്റ് വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരു തലമുറ മുഴുവൻ സമുദ്രത്തിലേക്കിറങ്ങി. എന്നാൽ ഇതിനെല്ലാം വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. രാജരാജൻ തന്റെ മകനായ രാജേന്ദ്രനെ, അന്ന് യുവരാജാവ്, വിളിച്ചു. ഭൂപടത്തിൽ വിരൽ വെച്ചു. മകനെ, തഞ്ചാവൂരിലെ ക്ഷേത്രം ഞാൻ കല്ലുകൊണ്ട് പണിതു. അതെന്റെ ഭക്തിയാണ്. പക്ഷെ ചോള സാമ്രാജ്യത്തിന്റെ കോട്ട പണിയേണ്ടത് മണ്ണിലല്ല, വെള്ളത്തിലാണ്. അദ്ദേഹം ശ്രീലങ്കയിലേക്ക് വിരൽ ചൂണ്ടി. പിന്നെ മുകളിലേക്ക്, വടക്കൻ സമുദ്രത്തിലേക്ക്. നമ്മുടെ കപ്പലുകൾ എവിടെയെല്ലാം പോകുന്നുവോ അതെല്ലാം നമ്മുടെ മണ്ണാണ്. സമുദ്രം നമ്മളെ വേർതിരിക്കുന്ന അതിർത്തിയല്ല, നമ്മളെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ്. രാജേന്ദ്രൻ ആ വാക്കുകൾ ഹൃദയത്തിൽ കുറിച്ചിട്ടു. അച്ഛന്റെ സ്വപ്നം മകൻ ഏറ്റെടുത്തു. പക്ഷെ രാജേന്ദ്രന്റെ സ്വപ്നം അച്ഛനേക്കാൾ വലുതായിരുന്നു. അച്ഛൻ സമുദ്രത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചപ്പോൾ മകൻ സമുദ്രത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. 1025 ആ വലിയ യുദ്ധത്തിനു മുൻപ് ചോളന്മാർ മറ്റൊരു യുദ്ധം നടത്തിയിരുന്നു. നിശബ്ദമായ യുദ്ധം. ആയുധങ്ങൾ കൊണ്ടല്ല, വിവരങ്ങൾ കൊണ്ടുള്ള യുദ്ധം. രാജേന്ദ്ര ചോളൻ അറിയാമായിരുന്നു, അപരിചിതമായ കടലിലേക്ക്, അതും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ശ്രീവിജയ സാമ്രാജ്യത്തിലേക്ക്, ഇന്തോനേഷ്യ, മലേഷ്യ, വെറുതെ കപ്പലോടിച്ചു പോയാൽ അത് ആത്മഹത്യയാകുമെന്ന്. അവിടെ കാറ്റുകൾ എങ്ങനെയാണ്? കടലിന്റെ ആഴം എവിടെയാണ് കുറവ്? ശത്രുക്കളുടെ കോട്ടകൾ എവിടെയാണ്?
ഇതറിയാൻ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. നാനാദേശികൾ, മണിഗ്രാമം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വമ്പൻ വ്യാപാര സംഘങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. അവർ ലോകം മുഴുവൻ കച്ചവടം നടത്തുന്നവരാണ്. രാജേന്ദ്രൻ അവരെ രഹസ്യമായി കൊട്ടാരത്തിൽ വിളിച്ചു. നിങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയണം. അങ്ങനെ സാധാരണ വ്യാപാരികളുടെ വേഷത്തിൽ ചോളന്മാരുടെ മികച്ച ചാരന്മാർ കപ്പലുകളിൽ കയറി. അവർ ശ്രീവിജയത്തിന്റെ തുറമുഖങ്ങളിലെത്തി. അവരവിടെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിറ്റു. പകരം അവർ വാങ്ങിയത് അമൂല്യമായ വിവരങ്ങളായിരുന്നു. പാലംബാങ് എന്ന പ്രധാന തുറമുഖത്ത് എത്ര കപ്പലുകൾക്ക് നങ്കൂരമിടാം? മലാക്ക കടലിടുക്കിൽ അവർ ചങ്ങലുകൾ കെട്ടിയിട്ടുണ്ടോ? ഏത് മാസത്തിലാണ് അവിടെ കൊടുങ്കാറ്റ് വീശുന്നത്? ഈ ചാരന്മാർ തിരികെ കൊണ്ടുവന്നത് വെറും സ്വർണമായിരുന്നില്ല. തുകലിൽ വരച്ച ഭൂപടങ്ങളും കടലിലെ ഒഴുക്കിന്റെ കണക്കുകളുമായിരുന്നു. ഈ ഭൂപടങ്ങൾ തഞ്ചാവൂരിലെ രഹസ്യ അറകളിൽ വെച്ച് രാജരാജനും അദ്ദേഹത്തിന്റെ നാവിക തലവന്മാരും പരിശോധിച്ചു. അവർ ഒരു കാര്യം മനസ്സിലാക്കി. ശ്രീവിജയ സാമ്രാജ്യം ശക്തമാണ്. അവർക്ക് വലിയ കപ്പലുകളുണ്ട്. പക്ഷേ അവർക്കൊരു ദൗർബല്യമുണ്ട്. അവർ വിശ്വസിക്കുന്നത് ആരും ഇത്രയും ദൂരം താണ്ടി വലിയൊരു സൈന്യവുമായി തങ്ങളെ ആക്രമിക്കില്ല എന്നാണ്. ആ അമിത വിശ്വാസമാണ് അവരുടെ പരാജയം. നമ്മളെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നമ്മൾ ചെല്ലും, രാജേന്ദ്രൻ തീരുമാനിച്ചു. സാധാരണ കപ്പലുകൾ പോകുന്നത് തീരത്തോട് ചേർന്ന് മലാക്ക കടലിടുക്കിലൂടെയാണ്. എന്നാൽ രാജേന്ദ്രൻ തിരഞ്ഞെടുത്തത് ആഴക്കടൽ പാത അഥവാ ഹൈ സീസ് റൂട്ടായിരുന്നു. ഒപ്പം ആൻഡമാൻ ദ്വീപുകളെ ഒരിടത്താവളമായി നേവൽ ബേസായി മാറ്റാനും അദ്ദേഹം തീരുമാനിച്ചു. അക്കാലത്ത് ആൻഡമാൻ ദ്വീപുകളെ മാ നക്കവരം എന്നാണ് വിളിച്ചിരുന്നത്. നരഭോജികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ദ്വീപുകൾ. അവിടെ കപ്പലടുപ്പിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ചോളപ്പട അവിടെ താവളമടിച്ചു. അവിടെ വെച്ച് അവർ കപ്പലുകളിൽ വെള്ളവും ഭക്ഷണവും നിറച്ചു. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരുന്നു. ഇതൊരു സാധാരണ യുദ്ധമല്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കാളീദേവിക്ക് രക്തം നൽകി പ്രാർത്ഥനകൾ നടന്നു. കാരണം രാജേന്ദ്ര ചോളൻ ലക്ഷ്യമിടുന്നത് കടാരമാണ്, ഇരുമ്പിന്റെ ഖനികളുള്ള നാട്, സ്വർണം വിളയുന്ന മണ്ണ്. പക്ഷേ എന്തായിരുന്നു പെട്ടെന്ന് ഈ ആക്രമണത്തിന് കാരണം? വെറും സാമ്രാജ്യ വികസനം മാത്രമായിരുന്നോ? അല്ല, അതിനു പിന്നിൽ ഒരു വ്യക്തിപരമായ പട കൂടി ഉണ്ടായിരുന്നു എന്ന് ചില ഐതിഹ്യങ്ങൾ പറയുന്നു. ഒരു കഥയനുസരിച്ച് ചോളരാജ്യത്ത് നിന്ന് ചൈനയിലേക്ക് പോയ ഒരു രാജകുമാരനെയോ അല്ലെങ്കിൽ ഉന്നതനായ ഒരു ദൂതനെയോ ശ്രീവിജയ രാജാവ് അപമാനിച്ചു. അയാളുടെ കപ്പൽ പിടിച്ചെടുക്കുകയും ചോളന്റെ പുലിക്കൊടി കീറിക്കളയുകയും ചെയ്തു. ഈ വാർത്ത രാജേന്ദ്രന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം സിംഹാസനത്തിൽ ആഞ്ഞടിച്ചു. പുലിയുടെ വാലിൽ ചവിട്ടിയവൻ ആരായാലും അവൻ പിന്നെ സൂര്യോദയം കാണില്ല. അങ്ങനെയാണ് 1025 ആ നാവികപ്പട രൂപം കൊണ്ടത്. ഇപ്പോൾ നമുക്ക് വീണ്ടും ആ തുറമുഖത്തേക്ക് തിരിച്ചുപോകാം. എല്ലാം സജ്ജമാണ്. 10,000-കണക്കിന് ഭടന്മാർ, ആനകൾ, കുതിരകൾ, ആയുധങ്ങൾ, മരുന്നുകൾ. രാജേന്ദ്ര ചോളൻ തന്റെ വിശ്വസ്തനായ സൈന്യാധിപന്, നാം നേരത്തെ കണ്ട അരായന്, തന്റെ വാൾ കൈമാറുന്നു. തിരികെ വരുമ്പോൾ ഈ വാളിൽ ശ്രീവിജയരാജാവിന്റെ രക്തമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ മണ്ണിൽ നീ വീരചരമം പ്രാപിക്കുക. കപ്പലുകൾ നീങ്ങാൻ തുടങ്ങി. കരയിൽ നിൽക്കുന്നവർക്കറിയില്ലായിരുന്നു തങ്ങൾ യാത്രയാക്കുന്നത് ലോക ചരിത്രത്തെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു സംഘത്തെയാണെന്ന്. അവർ കടലിലേക്ക് നോക്കി കൈവീശി. കപ്പലുകളിലെ പന്തങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ ദൂരേക്ക് പോയി മറഞ്ഞു. ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. സമുദ്രത്തിന്റെ നടുവിൽ, കരകാണാത്ത ദൂരത്തിൽ, പ്രകൃതിയോടും ശത്രുവിനോടും പോരാടുന്ന മനുഷ്യരുടെ കഥ. കടലിന്റെ അടിത്തട്ടിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ, വഴിതെറ്റിക്കുന്ന കാറ്റുകൾ, മരണത്തിന്റെ ദ്വീപുകൾ, ഒടുവിൽ രക്തം മരവിപ്പിക്കുന്ന ആ യുദ്ധം. അടുത്ത ഭാഗത്തിൽ മരണത്തിന്റെ സമുദ്രപാത, ദ വോയേജ് ഓഫ് ഡെത്ത്. കപ്പലിൽ നടന്നതെന്താണ്? നാവികരെങ്ങനെയാണ് ആ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചത്? ശ്രീവിജയത്തിന്റെ ചാരന്മാർ ഇവരെ കണ്ടെത്തിയോ? ചോളരുടെ കപ്പലുകൾക്ക് പിന്നാലെ നമുക്കും യാത്ര തിരിക്കാം. പിടിച്ചു നിൽക്കുക, തിരമാലകൾ ഉയരുകയാണ്. നാഗപട്ടണത്തിന്റെ തീരത്തുനിന്ന് അവസാനത്തെ വെളിച്ചവും മാഞ്ഞുപോയി. ഇപ്പോൾ ചോളപ്പടയുടെ മുന്നിലും പിന്നിലും, മുകളിലും താഴെയും ഒരേ ഒരു നിറം മാത്രം: ഇരുട്ട്. നിങ്ങൾ ആ കപ്പലുകളിൽ ഒന്നിലാണിപ്പോൾ നിൽക്കുന്നതെന്ന് സങ്കൽപ്പിക്കുക. കാതടപ്പിക്കുന്ന നിശബ്ദതയാണ് ചുറ്റും. കേൾക്കാൻ കഴിയുന്നത് തിരമാലകൾ കപ്പലിന്റെ പലകകളിൽ തല്ലുന്ന ശബ്ദവും ഇടയ്ക്കിടെ പായ്മരങ്ങൾ ഞരങ്ങുന്ന ശബ്ദവും മാത്രം. 1000-കണക്കിന് ഭടന്മാർ,
അവരിൽ പലരും ജീവിതത്തിൽ ആദ്യമായാണ് കര കാണാത്ത ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നത്. കടലെന്നാൽ ഒരറ്റത്തുനിന്ന് നോക്കിയാൽ മറ്റേ അറ്റം കാണുന്ന കുളമല്ല എന്നവർക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു. ഭയം അവരുടെ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ട്. പക്ഷേ അവരത് പുറത്തു കാണിക്കുന്നില്ല, കാരണം അവർ ചോളന്റെ സൈന്യമാണ്. ഈ യാത്ര വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല, അതൊരു ഒഴുകുന്ന നഗരം, ഫ്ലോട്ടിംഗ് സിറ്റി തന്നെയായിരുന്നു. നമുക്ക് ആ കപ്പലുകളുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ചരിത്രപുസ്തകങ്ങൾ പറയാത്ത കാഴ്ചകൾ അവിടെയുണ്ട്. കടലിലെ ജീവിതം, മനുഷ്യനും മൃഗവും. കപ്പലിന്റെ അടിത്തട്ടിൽ ലോവർ ഡെക്ക്, ചൂടും വിയർപ്പിന്റെ ഗന്ധവും നിറഞ്ഞ അന്തരീക്ഷം. ഭടന്മാർ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവർക്ക് കിടന്നുറങ്ങാൻ പോലും സ്ഥലമില്ല. ഊഴം വെച്ചാണവർ ഉറങ്ങുന്നത്. ഭക്ഷണം അവർ കൊണ്ടുവന്നത് ഉണക്കമീനും ഉണക്കിയ മാംസവും അവൽ പോലെ പെട്ടെന്ന് കേടാകാത്ത ഭക്ഷണവുമാണ്. ശുദ്ധജലം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. ഓരോ തുള്ളി വെള്ളവും അളന്നാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ കപ്പലുകളിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നുമല്ല. നമുക്ക് കപ്പലിന്റെ മധ്യഭാഗത്തേക്ക് പോകാം. അവിടെ നിങ്ങൾ കാണുന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാഴ്ചയാണ്. ഇരുട്ടിൽ ഭീമാകാരമായ ചില രൂപങ്ങൾ അനങ്ങുന്നു. തുമ്പിക്കൈകൾ, വലിയ ചെവികൾ, ആനകൾ. അതെ, ചോളപ്പടയുടെ ഏറ്റവും വലിയ ശക്തിയും ഒപ്പം ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതായിരുന്നു. സമുദ്രത്തിലൂടെ ആനകളെ കൊണ്ടുപോകുക എന്നത് അന്നത്തെ കാലത്ത് അസാധ്യമായ ഒന്നായിരുന്നു. കപ്പൽ ആടിയുലയുമ്പോൾ ആനകൾ ഭയന്നു വിറയ്ക്കുന്നു. അവ ചിഹ്നം വിളിക്കുന്നു. ആ ശബ്ദം കപ്പലിലെ മരപ്പലകകളെ വിറപ്പിക്കുന്നു. പക്ഷേ ചോളന്മാരുടെ ആനപ്പാപ്പാന്മാർ സാധാരണക്കാരല്ല. അവർ ആനകളുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. പേടിക്കണ്ട, നമ്മൾ പോകുന്നത് പുതിയൊരു കാട്ടിലേക്കാണ്. അവിടെ നിനക്ക് മതിവരുവോളം കരിമ്പ് തിന്നാം. ആനകളെ നിർത്താൻ കപ്പലിന്റെ അടിത്തട്ടിൽ വൈക്കോൽ മെത്തകൾ വിരിച്ചിട്ടുണ്ട്. അവയുടെ കാലുകൾ മൃദുവായ കയറുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നു. കപ്പലിന്റെ ആട്ടം അഥവാ റോളിംഗ് ആനകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കാതിരിക്കാൻ കപ്പൽ നിർമ്മാണത്തിൽ തന്നെ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. കപ്പലിന്റെ ബാലൻസ് തെറ്റാതിരിക്കാൻ ആനകളെ കൃത്യമായ സ്ഥാനങ്ങളിൽ നിർത്തി. ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. ശ്രീവിജയ സാമ്രാജ്യത്തിലെ സൈന്യം ഒരിക്കലും പ്രതീക്ഷിക്കില്ല കടലിൽ നിന്ന് വരുന്ന കപ്പലുകളിൽ നിന്ന് ആനകൾ കരയിലേക്ക് ഇറങ്ങുമെന്ന്. ആ ഞെട്ടൽ, അതാണ് രാജേന്ദ്ര ചോളൻ ആഗ്രഹിച്ചത്. വരുണന്റെ കോപം, ദ റാത്ത് ഓഫ് വരുണ. യാത്ര തുടങ്ങി ഒരാഴ്ച പിന്നിട്ടു. ആകാശം തെളിഞ്ഞതായിരുന്നു. കാറ്റ് അനുകൂലമായിരുന്നു. ഭടന്മാർ പാട്ടുകൾ പാടിത്തുടങ്ങി. അവർ കരുതി ഇത്രയേയുള്ളൂ കടൽ എന്ന്. പക്ഷേ സമുദ്രം ചതിയനാണ്. ശാന്തത എന്നത് കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ് മാത്രമാണെന്ന് പഴയ നാവികർക്കറിയാം. 8-ാം നാൾ ഉച്ചതിരിഞ്ഞ് വടക്ക് കിഴക്കൻ ചക്രവാളത്തിൽ ഒരു കറുത്ത പാട് പ്രത്യക്ഷപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പാട് ആകാശം മുഴുവൻ പടർന്നു. സൂര്യൻ അപ്രത്യക്ഷനായി. ഉച്ചസമയത്ത് തന്നെ രാത്രിയുടെ പ്രതീതി. കപ്പലിലെ പ്രധാന നാവികൻ, ചീഫ് നാവിഗേറ്റർ, മുകളിലേക്ക് നോക്കി അലറി, പായ്മരങ്ങൾ താഴ്ത്തൂ, എല്ലാം കെട്ടിവയ്ക്കൂ, വരുണൻ വരുന്നു. പിന്നെ നടന്നത് നരകതുല്യമായ നിമിഷങ്ങളാണ്. കാറ്റ് ചീറിപ്പായുന്ന ശബ്ദം, 1000 ചെണ്ടകൾ ഒന്നിച്ചടിച്ചതുപോലെ ഇടിമുഴക്കം. തിരമാലകൾ പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു. 30-40 അടി ഉയരമുള്ള തിരമാലകൾ. ആ കൂറ്റൻ കപ്പലുകൾ വെറും കളിപ്പാട്ടങ്ങളെപ്പോലെ സമുദ്രത്തിൽ എടുത്തെറിയപ്പെട്ടു. നിങ്ങൾ ആ രംഗമൊന്ന് ഭാവനയിൽ കാണൂ. കപ്പലൊരു വലിയ തിരയുടെ മുകളിലേക്ക് കയറുന്നു. അവിടെ നിന്ന് അഗാധമായ ഗർത്തത്തിലേക്ക് കൂപ്പുകുഴുന്നു. ഉള്ളിലിരിക്കുന്ന ഭടന്മാർ തെറിച്ചു വീഴുന്നു. ആനകൾ ഭയം നലറുന്നു. മഴയല്ല, മറിച്ച് കടൽ വെള്ളം ആകാശത്തുനിന്ന് വീഴുന്നതുപോലെ. ഇവിടെയാണ് ചോളരുടെ തുന്നിയ കപ്പലുകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. ഇരുമ്പാണികളായിരുന്നെങ്കിൽ ഈ ആഘാതത്തിൽ കപ്പൽ 2ആയി പിളരുമായിരുന്നു. പക്ഷേ കയറുകൾ കൊണ്ട് തുന്നിയ പലകകൾ വഴങ്ങിക്കൊടുത്തു. കപ്പൽ ഞരങ്ങി, വളഞ്ഞു, പക്ഷേ ഒടിഞ്ഞില്ല. എങ്കിലും എല്ലാവരും ഭാഗ്യവാന്മാരായിരുന്നില്ല. കൂട്ടത്തിലെ ഒരു ചെറിയ കപ്പൽ, ഒരു സപ്ലൈ ഷിപ്പ്, നിയന്ത്രണം വിട്ടു. ഒരു കൂറ്റൻ തിരമാല അതിനെ വട്ടം കറക്കി. കപ്പൽ തലകീഴായി മറിഞ്ഞു. 100 കണക്കിന് ഭടന്മാർ, ഭക്ഷണസാധനങ്ങൾ, ആയുധങ്ങൾ എല്ലാം നിമിഷനേരം കൊണ്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി. മറ്റുള്ളവർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. യാരെയും രക്ഷിക്കാൻ കഴിയില്ല. സ്വന്തം ജീവൻ നിലനിർത്താൻ പാടുപെടുന്നവർക്ക് എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയും? ആ രാത്രി ആരും ഉറങ്ങിയില്ല. കപ്പിത്താന്മാർ അമരത്ത് തന്നെ നിന്നു. ഭടന്മാർ കപ്പലിലെ വെള്ളം കോരിക്കഴഞ്ഞു. അവർ പ്രാർത്ഥിച്ചത് ദൈവത്തോടല്ല, തങ്ങളുടെ കപ്പലിനോടാണ്.
തകരരുതേ, ഞങ്ങളെ കൈവിടരുതേ. നിഗൂഢദ്വീപ്, നക്കവരം. കൊടുങ്കാറ്റ് 2 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ കടൽ ശാന്തമായി. പക്ഷേ ചോളപ്പട ക്ഷീണിച്ചിരുന്നു. പല കപ്പലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുടിവെള്ളം തീരാറായി. അവർക്ക് കര തൊട്ടേ മതിയാവൂ. അപ്പോഴാണ് ചക്രവാളത്തിൽ പച്ചപ്പുകൾ കണ്ടത്. ഭടന്മാരാവേശത്തോടെ വിളിച്ചു പറഞ്ഞു, കര, കര കാണുന്നു. അത് ആൻഡമാൻ ദ്വീപുകളായിരുന്നു. അക്കാലത്ത് ഇതിന് വിളിച്ചിരുന്നത് മാ നക്കവരം, ദ ഗ്രേറ്റ് നേക്കഡ് ലാൻഡ് എന്നായിരുന്നു. ഇതൊരു സാധാരണ ദ്വീപല്ല, നിഗൂഢതകൾ ഉറങ്ങുന്ന മണ്ണ്, പുറം ലോകവുമായി ബന്ധമില്ലാത്ത അപരിഷ്കൃതരായ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലം, നരഭോജികളുണ്ടെന്ന് നാവികർ വിശ്വസിച്ചിരുന്ന ഇടം. രാജേന്ദ്രന്റെ ഭൂപടങ്ങളിൽ ഈ ദ്വീപിനെക്കുറിച്ച് മുന്നറിയിപ്പുകളുണ്ടായിരുന്നു. അവിടെ ഇറങ്ങരുത്, അത് മരണമാണ്. പക്ഷേ അഡ്മിറൽ അരായിയിന് വേറെ വഴിയില്ലായിരുന്നു. കപ്പലുകൾ നന്നാക്കണം, വെള്ളം ശേഖരിക്കണം. കപ്പലുകൾ ദ്വീപിന്റെ ഒരു ഉൾക്കടലിൽ നങ്കൂരമിട്ടു. തീരം വിജനമായിരുന്നു. ഇടതൂർന്ന കാടുകൾ കടലിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ഒരില പോലും അനങ്ങുന്നില്ല. വല്ലാത്തൊരു നിശബ്ദത. ചോളപ്പടയുടെ ഒരു ചെറിയ സംഘം തോണികളിൽ കരയിലേക്ക് പോയി. അവരുടെ കൈകളിൽ വാളുകളും പരിചകളുമുണ്ടായിരുന്നു. അവർ കാട്ടിലേക്ക് കയറി. ശുദ്ധജലമുള്ളൊരു അരുവി കണ്ടെത്തി. വെള്ളം കുടങ്ങൾ നിറച്ച് തോണികളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷേ അവർക്ക് തോന്നി, ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. മരക്കൂട്ടങ്ങൾക്കിടയിൽ തിളങ്ങുന്ന കണ്ണുകൾ, ഇരുണ്ട നിഴലുകൾ ഓടിമറയുന്നതുപോലെ. പെട്ടെന്ന് കാട്ടിനുള്ളിൽ നിന്നൊരു വിചിത്രമായ ശബ്ദം കേട്ടു. ഒരു പക്ഷിയുടെ കരച്ചിലല്ല, മനുഷ്യന്റെ ശബ്ദവുമല്ല, ഒരുതരം ചൂളം വിളി. ഒരു ഭടനാറി, സൂക്ഷിക്കുക! കാട്ടിൽ നിന്നൊരസ്ത്രം പാഞ്ഞുവന്നു. അത് മരത്തിൽ തറച്ചു. അതൊരു ഇരുമ്പസ്ത്രമായിരുന്നില്ല, എല്ലുകൾ കൊണ്ടുണ്ടാക്കിയ മുനയുള്ള അസ്ത്രം. ചോളഭടന്മാർ പരിചകൾ ഉയർത്തി. അവർ തിരിച്ചാക്രമിക്കാൻ തയ്യാറായി. പക്ഷേ അഡ്മിറൽ കപ്പലിൽ നിന്ന് സന്ദേശമയച്ചു, ആക്രമിക്കരുത്, നമ്മളിവിടെ യുദ്ധത്തിനല്ല വന്നത്, നമുക്ക് വേണ്ടത് വെള്ളമാണ്, വേഗം തിരിച്ചുവരൂ. അവർ ആദിവാസികളുമായി യുദ്ധം ചെയ്തില്ല, കാരണം സമയം വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും വൈകുന്നത് ശ്രീവിജയക്കാർക്ക് തയ്യാറെടുക്കാൻ സമയം നൽകും. അവർ വേഗത്തിൽ വെള്ളം ശേഖരിച്ച് കപ്പലുകൾ നന്നാക്കി ആ നിഗൂഢ ദ്വീപിനോട് വിട പറഞ്ഞു. കപ്പലുകൾ അകന്നു പോകുമ്പോൾ ദ്വീപിന്റെ തീരത്ത് 100 കണക്കിന് രൂപങ്ങൾ വന്നു നിൽക്കുന്നത് അവർ കണ്ടു. കയ്യിൽ തീപ്പണ്ടങ്ങളും പിടിച്ചു നിൽക്കുന്ന മനുഷ്യരൂപങ്ങൾ. അവരാരായിരുന്നു? മിത്രങ്ങളോ ശത്രുക്കളോ? അതിന്നും ചരിത്രത്തിലെ ഒരു ചോദ്യചിഹ്നമാണ്. ശത്രുവിന്റെ മണ്ണിലേക്ക്, മലാക്ക കടലെടുക്ക്, ഇൻ ടു ദി എനിമീസ് ലെയർ. നക്കവരം പിന്നിട്ടതോടെ യാത്രയുടെ സ്വഭാവം മാറി. ഇനി അവർക്ക് പ്രകൃതിയെ അല്ല ഭയക്കേണ്ടത്, മനുഷ്യനെയാണ്. അവർ മലാക്ക കടലിടുക്കിലേക്ക് അടുക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാത, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കവാടം. ഈ വഴിയിലൂടെയാണ് ശ്രീവിജയ സാമ്രാജ്യം ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് അഡ്മിറൽ അരായിയൻ തന്റെ മഹാതന്ത്രം പുറത്തെടുക്കുന്നത്. ശ്രീവിജയക്കാർ വിഡ്ഢികളല്ല. അവർക്ക് കടലിലുടനീളം ചാരക്കപ്പലുകളുണ്ട്, സ്കൗട്ട് ഷിപ്സ്. വലിയൊരു സൈന്യം വരുന്നത് അവർ ദൂരെ നിന്ന് തന്നെ കാണും. അതുകൊണ്ട് ചോളപ്പട ഒന്നിച്ചു പോകുന്നത് അപകടമാണ്. അഡ്മിറൽ സൈന്യത്തെ 2ആയി വിഭജിച്ചു. പ്രധാന സൈന്യം, വലിയ കപ്പലുകൾ. ഇവർ നേരെ മലാക്കയുടെ വടക്കൻ കവാടത്തിലേക്ക് പോകും. ശത്രുവിന്റെ ശ്രദ്ധ മുഴുവൻ ഇവരിലേക്ക് തിരിക്കുക. ഇതാണ് ഇര, ബെയ്റ്റ്. രഹസ്യ സൈന്യം, വേഗതയേറിയ ചെറിയ കപ്പലുകൾ. ഇതിൽ കമാൻഡോകളെപ്പോലെയുള്ള കൈക്കോളർ സൈനികരാണുള്ളത്. ഇവർ രാത്രിയുടെ മറവിൽ ദ്വീപുകൾക്കിടയിലൂടെ കറങ്ങി ശ്രീവിജയുടെ തലസ്ഥാനമായ പലേംബാങ്ങിന്റെ പിൻഭാഗത്തെത്തണം. ഇതൊരു ചൂതാട്ടമായിരുന്നു. 2ാമത്തെ സംഘം പോകുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ വഴികളിലൂടെയാണ്. അവിടെ കപ്പലുറച്ചാൽ പിന്നെ തിരിച്ചുവരവില്ല. ആകാശത്തിലെ അടയാളം. യാത്രയുടെ 15ാം നാൾ. രാത്രി. കാവൽ നിൽക്കുന്ന ഭടൻ ദൂരെ ആകാശത്ത് ഒരു വെളിച്ചം കണ്ടു. അതൊരു നക്ഷത്രമല്ല, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന ഒരു തീഗോളം. അതൊരു അപായ സൂചനയായിരുന്നു, സിഗ്നൽ ഫ്ലെയർ. ശ്രീവിജയയുടെ ചാരക്കപ്പലുകൾ ചോളപ്പടയെ കണ്ടിരിക്കുന്നു. ആ തീഗോളം മലാക്കയിലെ ശ്രീവിജയൻ കോട്ടകളിലേക്കുള്ള സന്ദേശമാണ്. ശത്രുക്കൾ വരുന്നു, തയ്യാറെടുക്കുക. ഇനി ഒളിച്ചുകളിയില്ല, ഇനി സർപ്രൈസ് ആക്രമണമില്ല. ശത്രു അറിഞ്ഞുകഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് മുഖാമുഖമുള്ള പോരാട്ടമാണ്. അഡ്മിറൽ അരായിയൻ തന്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി. അദ്ദേഹം കപ്പലിലെ ഭടന്മാരോട് പറഞ്ഞു, ഇനി മടങ്ങിവരവില്ല. മുന്നിലുള്ളത് 2 വഴികൾ മാത്രം. 1, ശ്രീവിജയത്തിന്റെ കൊട്ടാരത്തിൽ ചോളന്റെ കൊടി പാറിക്കുക. 2, ഈ സമുദ്രം
നമ്മുടെ ശവപ്പറമ്പാക്കുക. നിങ്ങളേതു തിരഞ്ഞെടുക്കുന്നു? ഭടന്മാരുടെ മറുപടി കടലിന്റെ ഇരമ്പലിൽ അലിഞ്ഞു ചേർന്നു. ജയം, വീരജയം! യുദ്ധഭേരികകൾ വീണ്ടും മുഴങ്ങി. ചോളപ്പട പൂർണ്ണ വേഗതയിൽ മുന്നോട്ടു കുതിച്ചു. മുന്നിൽ മലാക്ക കടലിടുക്കിന്റെ ഇടുങ്ങിയ കവാടം. അവിടെ ഇരുട്ടിൽ ശ്രീവിജയിയുടെ കൂറ്റൻ നാവികപ്പട അവരെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. കടലിനു കുറുകെ വലിച്ചുകെട്ടിയ ഇരുമ്പു ചങ്ങലകൾ, തീതുപ്പാൻ തയ്യാറായി നിൽക്കുന്ന പീരങ്കികൾ. ഏഷ്യ കണ്ട ഏറ്റവും വലിയ നാവികയുദ്ധം തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം. നിങ്ങളുടെ ശ്വാസം അടക്കിപ്പിടിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലാക്ക കടലിടുക്കിന്റെ മധ്യത്തിലാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ, ഏറ്റവും അപകടകരമായ സമുദ്രപാത. ഇന്ന് ഈ കടലിടുക്ക് തിരമാലകളാൽ അലയടിക്കുന്നില്ല. പകരം യുദ്ധഭേരികകളുടെ ശബ്ദത്താൽ അത് വിറയ്ക്കുകയാണ്. ചോളപ്പടയുടെ മുൻനിരയിലുള്ള കപ്പലുകൾക്ക് ഇപ്പോൾ ശത്രുവിനെ വ്യക്തമായി കാണാം. ശ്രീവിജയ സാമ്രാജ്യത്തിന്റെ പട. അതൊരു ചെറിയ സൈന്യമായിരുന്നില്ല. ചക്രവാളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ നിരന്നു നിൽക്കുന്ന കപ്പലുകളുടെ ഒരു വൻ മതിൽ. ആയിരക്കണക്കിന് കപ്പലുകൾ. ശ്രീവിജയമെന്നത് സമുദ്രവ്യാപാരത്താൽ സമ്പന്നമായ രാജ്യമാണ്. അവരുടെ കപ്പലുകൾ വലുതും ആധുനികവുമായിരുന്നു. സ്വർണം കൊണ്ട് അലങ്കരിച്ച പായ്മരങ്ങൾ, ഡെക്കുകളിൽ തിങ്ങിനിറഞ്ഞ മലായ് പോരാളികൾ. അവരുടെ കയ്യിൽ ക്രിസ് എന്നറിയപ്പെടുന്ന വളഞ്ഞ കഠാരകൾ തിളങ്ങുന്നു. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ആയുധം കപ്പലുകളായിരുന്നില്ല. അവർ കടലിനെ തന്നെ ഒരു കെണിയാക്കി മാറ്റിയിരുന്നു. കടലിടുക്കിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെള്ളത്തിന് തൊട്ടു താഴെയായി അവർ കൂറ്റൻ ഇരുമ്പു ചങ്ങലകൾ വലിച്ചുകെട്ടിയിരുന്നു. ഇതൊരു മരണക്കെണിയാണ്. വേഗത്തിൽ വരുന്ന കപ്പലുകൾ ഈ ചങ്ങലയിൽ തട്ടും. അതോടെ കപ്പലിന്റെ ഗതിവേഗം നിൽക്കും. കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കും. ആ കുഴപ്പത്തിനിടയിലേക്ക് ശ്രീവിജയക്കാർ തീമഴ വർഷിക്കും. ഇതായിരുന്നു അവരുടെ പദ്ധതി. ചോളപ്പടയെ കടലിൽ മുക്കിക്കൊല്ലാനുള്ള പദ്ധതി. പക്ഷേ രാജേന്ദ്ര ചോളന്റെ സൈന്യാധിപൻ അഡ്മിറൽ അരായിയൻ ഒരു സാധാരണക്കാരനല്ല. കടലിന്റെ മനഃശാസ്ത്രം അറിയുന്നവനാണ് അദ്ദേഹം. അദ്ദേഹം തന്റെ കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന് ആ കാഴ്ച കണ്ടു. അവർ നമുക്കായി വാതിലുകൾ അടച്ചിരിക്കുകയാണ്. പക്ഷേ ചോളന്മാർ വാതിലുകൾ മുട്ടാറില്ല, ചവിട്ടി പൊളിക്കാറാണ് പതിവ്. അദ്ദേഹം ഒരു സിഗ്നൽ നൽകി. ചുവന്ന കൊടി താഴ്ത്തി, കറുത്ത കൊടി ഉയർത്തി. അതിന്റെ അർത്ഥം ലളിതമായിരുന്നു: ആരെയും ജീവനോടെ വിടേണ്ട, എല്ലാം നശിപ്പിക്കുക. ഘട്ടം 1. ആത്മഹത്യാ സ്ക്വാഡുകൾ, ദ സൂയിസൈഡ് സ്ക്വാഡ്സ്. ചോളപ്പടയുടെ മുൻനിരയിൽ നിന്ന് 20ഓളം ചെറിയ കപ്പലുകൾ പെട്ടെന്ന് വേഗത കൂട്ടി മുന്നോട്ടു കുതിച്ചു. ഇവ സാധാരണ യുദ്ധക്കപ്പലുകളല്ല, തിരൈമുറികൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കപ്പലുകളാണ്. ഇവയുടെ മുൻഭാഗത്ത് പ്രൗ, കട്ടിയുള്ള ഇരുമ്പ് കൂർത്ത ആകൃതിയിൽ അയൺ റാം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ ഭടന്മാരില്ല, കുറച്ച് തുഴച്ചിലുകാരും സ്ഫോടക വസ്തുക്കളും മാത്രം. ഇവർ നേരെ പാഞ്ഞെടുക്കുന്നത് ശത്രുക്കപ്പലുകളിലേക്കല്ല, മറിച്ച് വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഇരുമ്പ് ചങ്ങലകളിലേക്കാണ്. ശ്രീവിജയ സൈനികർ അമ്പരന്നുപോയി. ഇവരെന്തു ഭ്രാന്താണ് കാണിക്കുന്നത്? ചങ്ങലയിൽ ഇടിച്ചിവർ മരിക്കും. അതെ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ബം! ആദ്യത്തെ കപ്പൽ പൂർണ്ണ വേഗതയിൽ ചങ്ങലയിൽ ഇടിച്ചു. ശബ്ദം കാതടപ്പിക്കുന്നതായിരുന്നു. മരപ്പലകകൾ ചിതറിത്തെറിച്ചു. ആ കപ്പൽ തകർന്ന് തരിപ്പണമായി. പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ ഇംപാക്റ്റ് കരയിലെ കൂറ്റൻ മരങ്ങളിൽ കെട്ടിയിട്ടിരുന്ന ചങ്ങലയുടെ കണ്ണി പൊട്ടി. തുടരെ തുടരെ കപ്പലുകൾ വന്നിടിച്ചു. ചങ്ങലകൾ പൊട്ടിവീണു. സമുദ്രത്തിന്റെ വഴി തുറന്നു. തങ്ങളുടെ പ്രതിരോധം തകരുന്നത് കണ്ട ശ്രീവിജയ സൈന്യാധിപൻ അലറി: ആക്രമിക്കൂ, അവരെ വലയൂ! ഇനി നടക്കാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനും സൃഷ്ടിക്കാൻ കഴിയാത്തത്ര ഭീകരമായ കാഴ്ചയാണ്. ഘട്ടം 2. ഒഴുകുന്ന നരകം, ദ ഫ്ലോട്ടിംഗ് ഹെൽ. ചങ്ങലകൾ പൊട്ടിയ വിടവിലൂടെ ചോളപ്പടയുടെ പ്രധാന കപ്പലുകൾ ഇരച്ചുകയറി. ഇനി തന്ത്രങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി മാംസവും വാളും തമ്മിലുള്ള പോരാട്ടം. 2 കപ്പലുകൾ തമ്മിൽ അടുക്കുന്നു. അവയുടെ വശങ്ങൾ തമ്മിൽ ഉരസുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രോമം എഴുന്നേൽക്കും. ചോളഭടന്മാർ കൊളുത്തുകളെറിഞ്ഞ് ശത്രു കപ്പലുകളെ തങ്ങളുടെ കപ്പലുമായി ബന്ധിപ്പിച്ചു. പിന്നെ നടന്നത് ബോർഡിംഗ് ആണ്. കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ഭടന്മാർ ചാടുന്നു. ആടുന്ന കപ്പലിന്റെ തട്ടിൽ നിന്ന് യുദ്ധം ചെയ്യുക എന്നത് കരയിലെ യുദ്ധം പോലെയല്ല. ബാലൻസ് തെറ്റിയാൽ മരണമുറപ്പ്.
ഒന്നുകിൽ വാളിനിരയാകും, അല്ലെങ്കിൽ കടലിൽ വീണ് മുങ്ങിമറിക്കും. സ്രാവുകൾ താഴെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചോളന്മാരുടെ വില്ലാളികൾ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന് അസ്ത്രങ്ങൾ വർഷിച്ചു. വെറും അസ്ത്രങ്ങളല്ല, തുണിയിൽ എണ്ണ മുക്കി തീ കൊളുത്തിയ അസ്ത്രങ്ങൾ. ശ്രീവിജയയുടെ കപ്പലുകളുടെ പായികൾക്ക് തീ പിടിച്ചു. കാറ്റു വീശുന്നതുകൊണ്ട് തീ വേഗത്തിൽ പടർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ മലാക്ക കടലിടുക്ക് ഒരു തീക്കടലായി മാറി. കപ്പലുകളിൽ നിന്ന് മനുഷ്യർ നിലവിളിച്ചുകൊണ്ട് കടലിലേക്ക് ചാടുന്നു. പക്ഷേ ചോളന്മാർ കരുണ കാണിച്ചില്ല. അവർ തങ്ങളുടെ രഹസ്യ ആയുധം പുറത്തെടുത്തു. ചരിത്രകാരന്മാർ ഇതിനെ ചോള അഗ്നി എന്ന് വിളിക്കുന്നു. ഗ്രീക്ക് ഫയർ പോലെയുള്ള ഒരു മിശ്രിതം, മൺകുടങ്ങളിൽ നിറച്ച കത്തുന്ന എണ്ണയും നാഫ്തയും. ഇത് ശത്രു കപ്പലുകളിലേക്ക് എറിഞ്ഞാൽ വെള്ളമൊഴിച്ചാലും കെടില്ല. വെള്ളത്തിനു മുകളിലൂടെ തീ ഒഴുകി നടന്നു. ശ്രീവിജയയുടെ സൈന്യം ചിതറിയോടാൻ തുടങ്ങി. അവർക്കവരുടെ കപ്പലുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പുക കൊണ്ട് കണ്ണു കാണാൻ വയ്യ. ചുറ്റും മരണം മാത്രം. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ ആഘാതം വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഘട്ടം 3. അപ്രതീക്ഷിത അതിഥി. പാലംബാങ്ങിലെ പടയോട്ടം. ദ സർപ്രൈസ് അറ്റാക്ക് ഓൺ പാലംബാങ്. മലാക്കയിൽ കടൽ കത്തുമ്പോൾ തെക്ക് ഭാഗത്ത് ശ്രീവിജയയുടെ തലസ്ഥാനമായ പാലംബാങ്ങിൽ അവിടെ പുലർക്കാലം ശാന്തമായിരുന്നു. ശ്രീവിജയ ചക്രവർത്തി സംഗ്രാമ വിജയതുംഗവർമ്മൻ തന്റെ കൊട്ടാരത്തിൽ ഉറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിനുറപ്പായിരുന്നു തന്റെ നാവികസേന വടക്ക് ചോളന്മാരെ തടയുമെന്ന്. തെക്കുഭാഗത്ത് നിന്ന് ആരും വരില്ല. കാരണം അവിടെ നിറയെ ചതുപ്പുകളും ആഴം കുറഞ്ഞ വെള്ളവുമാണ്. വലിയ കപ്പലുകൾക്ക് അവിടെ അടുക്കാൻ കഴിയില്ല. പക്ഷേ ചോളന്മാർ വലിയ കപ്പലുകളിലല്ല വന്നത്. നേരത്തെ പിരിഞ്ഞുപോയ ആ രഹസ്യസംഘം ചെറിയ വള്ളങ്ങളിലും ചങ്ങാടങ്ങളിലുമായി നദികളിലൂടെയും ചതുപ്പുകളിലൂടെയും നുഴഞ്ഞുകയറിയിരുന്നു. നഗരത്തിന്റെ മതിൽക്കെട്ടിനു പുറത്ത് മൂടൽമഞ്ഞിൽ നിന്ന് ഭീമാകാരമായ ചില രൂപങ്ങൾ ഉയർന്നുവന്നു. കാവൽക്കാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ കണ്ണുകൾ തിരുമ്മി നോക്കി. ആനകൾ, അതെ, കപ്പലുകളിൽ നിന്നിറക്കിയ യുദ്ധഗജങ്ങൾ. അവയുടെ ദേഹത്ത് ഇരുമ്പു കവചങ്ങളുണ്ടായിരുന്നു. ചുണ്ടിക്കൈകളിൽ വാളുകൾ ഘടിപ്പിച്ചിരുന്നു. ആനകളുടെ പുറത്ത് ചോളന്മാരുടെ എലൈറ്റ് കമാൻഡോകൾ. ഒരു വലിയ കാഹളം മുഴങ്ങി. ആനകൾ കോട്ടവാതിലിലേക്ക് പാഞ്ഞെടുത്തു. കോട്ടവാതിൽ തകർക്കുന്ന ശബ്ദം നഗരത്തെ നടുക്കി. ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിൽ എന്ന് നഗരം ഭീതിയിലമർന്നു. നഗരത്തിനുള്ളിൽ നടന്നത് ഒരു യുദ്ധമായിരുന്നില്ല, അതൊരു വേട്ടയായിരുന്നു. തയ്യാറെടുപ്പില്ലാത്ത ശ്രീവിജയ സൈന്യം ആനകളുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു. ചോളഭടന്മാർ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി. ചക്രവർത്തി സംഗ്രാമ വിജയതുംഗവർമ്മൻ തന്റെ വാളുമായി പുറത്തിറങ്ങി. അദ്ദേഹം ധീരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സൈന്യം പരാജയപ്പെട്ടിരുന്നു. ചോള കമാൻഡർ അദ്ദേഹത്തിന് മുന്നിൽ വന്നു നിന്നു. ആയുധം വച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ മരിക്കുക. ശ്രീവിജയ ചക്രവർത്തി ചുറ്റും നോക്കി. തന്റെ സാമ്രാജ്യം കത്തുന്നു. തന്റെ കപ്പലുകൾ തകർന്നു. തന്റെ ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നു. അദ്ദേഹം തന്റെ വാൾ താഴ്ത്തിയിട്ടു. ആ നിമിഷം കൊട്ടാരത്തിന്റെ മുകളിലെ ശ്രീവിജയിയുടെ കൊടി താഴ്ത്തി. പകരം രക്തചുവപ്പുള്ള പുലിചിഹ്നമുള്ള ചോള പതാക ആകാശത്തേക്കുയർന്നു. ഘട്ടം 4. കടാരം കൊണ്ടാൻ, ദ കോൺകറർ ഓഫ് കടാരം. മലാക്കയിലെ യുദ്ധം അവസാനിച്ചു. കടൽ മുഴുവൻ തകർന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ. വെള്ളത്തിന് ചുവപ്പ് നിറം. ചോളപ്പട വിജയിച്ചിരിക്കുന്നു. പക്ഷേ രാജേന്ദ്ര ചോളന്റെ ആഗ്രഹം പാലൻബാങ് മാത്രം കീഴടക്കലല്ലായിരുന്നു. അടുത്ത ആഴ്ചകളിൽ ചോള സൈന്യം കൊടുങ്കാറ്റുപോലെ തെക്കുകിഴക്കൻ ഏഷ്യയിലൂടെ നീങ്ങി. പണ്ണൈ, സുമാത്ര, ഇവിടുത്തെ വലിയ തുറമുഖങ്ങൾ പിടിച്ചെടുത്തു. മലയൂർ, ജംബി, മലനിരകളിലെ കോട്ടകൾ തകർത്തു. മാപ്പപ്പാളം, സൗത്ത് ബർമ, വ്യാപാര കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തു. തലത്തക്കോലം, തന്ത്രപ്രധാനമായ നാവിക കേന്ദ്രം. ആകെ 12ഓളം തുറമുഖ നഗരങ്ങൾ. നൂറ്റാണ്ടുകളായി ശ്രീവിജയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യാപാര ശൃംഖല വെറും ഒരൊറ്റ മാസം കൊണ്ട് ചോളരുടെ കയ്യിലായി. യുദ്ധം കഴിഞ്ഞ് വിജയിച്ച സൈന്യം പാലംബാങ് കൊട്ടാരത്തിൽ ഒത്തുകൂടി. അവർ പിടിച്ചെടുത്ത സമ്പത്ത് കണ്ട് കണ്ണ് തള്ളിപ്പോയി. സ്വർണത്തിന്റെ മലകൾ, രത്നങ്ങൾ നിറച്ച പെട്ടികൾ, ചൈനയിൽ നിന്നുള്ള പട്ടുതുണികൾ. പക്ഷേ ഏറ്റവും വലിയ സമ്പത്ത് അതല്ലായിരുന്നു. അത് വിദ്യാധര തോരണം എന്നറിയപ്പെടുന്ന ഒരു വലിയ കവാടമായിരുന്നു. അത് അഴിച്ചെടുത്ത് അവർ കപ്പലിൽ കയറ്റി. ഇത് ചോളരുടെ വിജയത്തിന്റെ ചിഹ്നമായി തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയി എന്ന് കരുതപ്പെടുന്നു. ശ്രീവിജയ ചക്രവർത്തിയെ ചങ്ങലയിൽ ബന്ധിച്ച് രാജേന്ദ്ര ചോളന്റെ മുന്നിൽ ഹാജരാക്കാൻ അവർ തീരുമാനിച്ചു. ഇതൊരു വ്യക്തിപരമായ പകവീട്ടൽ കൂടിയായിരുന്നു.
ചോളന്റെ കപ്പലുകളെ തടഞ്ഞതിനുള്ള ശിക്ഷ. യുദ്ധത്തിന്റെ ബാക്കി പത്രം, ദി ആഫ്റ്റർമാത്ത്. യുദ്ധം കഴിഞ്ഞു, പക്ഷെ മരിച്ചവരുടെ കണക്ക് ആരുമെടുത്തു നോക്കിയില്ല. കടലിൽ മരിച്ചു വീണ ആയിരക്കണക്കിന് ഭടന്മാർ. അവർക്ക് ശവകുടീരങ്ങളില്ല. സമുദ്രമാണവരുടെ ശവപ്പറമ്പ്. ചോള സൈന്യത്തിലും വലിയ നഷ്ടങ്ങളുണ്ടായിരുന്നു. പല കപ്പലുകളും തിരിച്ചുപോയില്ല. പലരും വിദേശമണ്ണിൽ പേരില്ലാത്ത വീരന്മാരായി മണ്ണടിഞ്ഞു. പക്ഷേ ഈ വിജയത്തോടെ ലോകഭൂപടം മാറിമറിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രം ഇനി വെറുമൊരു സമുദ്രമല്ല, അത് ചോള തടാകം, ചോള ലേക്ക് ആണ്. ഇനി ചൈനയിൽ നിന്നൊരു കപ്പൽ വരണമെങ്കിൽ, അറേബ്യയിൽ നിന്നൊരു കപ്പൽ പോകണമെങ്കിൽ അവർ ചോളന്റെ അനുവാദം ചോദിക്കണം. ചോളന്റെ ചുങ്കം, ടാക്സ് കൊടുക്കണം. തഞ്ചാവൂരിൽ വിജയവാർത്തയറിഞ്ഞ് രാജേന്ദ്ര ചോളൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അച്ഛാ, അങ്ങയുടെ സ്വപ്നം ഞാൻ നിറവേറ്റി. ഗംഗ മുതൽ കടാരം വരെ ഇനി ചോളന്റെ സാമ്രാജ്യമാണ്. എന്നാൽ വിജയം എപ്പോഴും മധുരമുള്ളതാകില്ല. അമിതമായ അധികാരം, അമിതമായ സമ്പത്ത്, അത് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കും. ശ്രീവിജയ സാമ്രാജ്യം തോറ്റു, പക്ഷേ നശിച്ചില്ല. അവർ കാത്തിരിക്കുകയാണ്. കൂടാതെ ചോള സാമ്രാജ്യത്തിനുള്ളിലും വിള്ളലുകൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. യുദ്ധം ജയിച്ചവർക്ക് സമാധാനം ലഭിക്കുമോ, അതോ രക്തം വീണ മണ്ണിൽ നിന്ന് ശാപങ്ങൾ ഉയരുമോ? നിഗൂഢമായ ചില കാര്യങ്ങൾ കൂടി ഈ യുദ്ധത്തിന് പിന്നിലുണ്ട്. ചോളപ്പട തിരികെ വരുമ്പോൾ അവരുടെ കപ്പലുകളിൽ ചിലത് കടലിൽ അപ്രത്യക്ഷമായി. കൊടുങ്കാറ്റിലല്ല, ശത്രുക്കളുടെ ആക്രമണത്തിലുമല്ല. പിന്നെ എവിടെ പോയി ആ കപ്പലുകൾ? ആ കപ്പലുകളിലുണ്ടായിരുന്നത് യുദ്ധത്തിൽ പിടിച്ചെടുത്ത ശപിക്കപ്പെട്ട നിധികളായിരുന്നു. യുദ്ധത്തിന്റെ തീജ്വാലകൾ കെട്ടടങ്ങി. മലാക്ക കടലെടുക്കിലെ ചോരക്കര സമുദ്രം കഴുകിക്കളഞ്ഞു. ഇപ്പോൾ നാഗപട്ടണത്ത് വീശുന്നത് മരണത്തിന്റെ ഗന്ധമല്ല, മറിച്ച് വിജയത്തിന്റെ സുഗന്ധമാണ്. ശ്രീവിജയ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞ് കടാരം കൊണ്ടാനെന്ന പേരുമായി ചോളപ്പട തിരികെ വരുന്ന ദിവസം. നിങ്ങൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാഴ്ച കണ്ട് നിങ്ങളുടെ കണ്ണുകൾ മഞ്ഞളിച്ചുപോയേനെ. ചക്രവാളത്തിൽ ആദ്യം കണ്ടത് ആയിരക്കണക്കിന് കപ്പലുകളുടെ പായ്മരങ്ങളാണ്. ഓരോ കപ്പലിലും വിജയത്തിന്റെ കുടികൾ. കരയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. ചെണ്ടമേളങ്ങൾ, ശംഖുവിളികൾ, ആകാശം മുട്ടുന്ന ആരവം. കപ്പലുകൾ അടുക്കുന്നു, ഭടന്മാരിറങ്ങുന്നു. അവരുടെ ശരീരത്തിൽ ഉണങ്ങിയ മുറിവുകൾ, പക്ഷേ മുഖത്തഭിമാനം. എന്നാൽ ജനങ്ങളുടെ കണ്ണ് ഭടന്മാരിലായിരുന്നില്ല, കപ്പലിൽ നിന്നിറക്കുന്ന സാധനങ്ങളിലായിരുന്നു. ഭീമാകാരമായ പെട്ടികൾ, ആനകൾ വലിച്ചിഴയ്ക്കുന്ന സ്വർണരഥങ്ങൾ, ശ്രീവിജയത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുവന്ന രത്നങ്ങൾ പതിച്ച വലിയ കവാടങ്ങൾ, വിദ്യാധര തോരണം. പിന്നെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടൊരു മനുഷ്യൻ. ഒരു കാലത്ത് സമുദ്രം ഭരിച്ചിരുന്ന ശ്രീവിജയ ചക്രവർത്തി സംഗ്രാമവിജയതുംഗവർമ്മൻ. ഇന്ന് അദ്ദേഹം രാജേന്ദ്ര ചോളന്റെ തടവുകാരനാണ്. ഇത് വെറുമൊരു വിജയമായിരുന്നില്ല. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം സമ്പത്ത് ഒരേ സമയം ഒഴുകിയെത്തിയ മറ്റൊരു കാലഘട്ടമില്ല. അങ്ങനെ ചോള സാമ്രാജ്യത്തിന്റെ സുവർണകാലം ആരംഭിച്ചു. പക്ഷേ പ്രകാശത്തിന് തീവ്രത കൂടുമ്പോൾ നിഴലിന്റെ കറുപ്പും കൂടുമെന്ന് പറയില്ലേ? ആ നിഴലുകൾ എവിടെയാണ് പതിയിരുന്നത്? വ്യാപാരത്തിന്റെ രാജാക്കന്മാർ, 5 വണ്ണത്താരും മണിഗ്രാമവും. യുദ്ധം കഴിഞ്ഞതോടെ രാജേന്ദ്ര ചോളൻ തന്റെ വാൾ ഉറയിലിട്ടു. പകരം അദ്ദേഹം എടുത്തത് ത്രാസ് അഥവാ വെയിങ് സ്കെയിലാണ്. അദ്ദേഹം പറഞ്ഞു, യുദ്ധം ചെയ്യുന്നത് സമ്പത്തിനു വേണ്ടിയാണ്, ഇനി നമുക്ക് വേണ്ടത് കച്ചവടമാണ്. ഇവിടെയാണ് ചോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തികൾ ഉദയം ചെയ്യുന്നത്. രാജാവിനേക്കാൾ സമ്പന്നരായ, സ്വന്തമായി സൈന്യമുള്ള വ്യാപാര സംഘടനകൾ അഥവാ മർച്ചന്റ് ഗിൽഡ്സ്. പ്രധാനമായും 2 സംഘങ്ങൾ. മണിഗ്രാമം, ആഭ്യന്തര കച്ചവടം നിയന്ത്രിക്കുന്നവർ. 5 വണ്ണത്താർ, വിദേശ കച്ചവടം നിയന്ത്രിക്കുന്നവർ. ഇവരിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും അറബികളുമുണ്ടായിരുന്നു. ഐനൂറ്റുവർ, ദ 500 ലോർഡ്സ് ഓഫ് അയ്യവോലെ. ഇവർ വെറും കച്ചവടക്കാരല്ല, ഇവർക്ക് സ്വന്തമായി കോട്ടകളുണ്ട്, സ്വന്തമായി പടയാളികളുണ്ട്. രാജാവ് പോലും ഇവരോട് കടം ചോദിക്കുന്ന അവസ്ഥ. ഇവർ ചോള സാമ്രാജ്യത്തിന്റെ അനൗദ്യോഗിക ഭരണാധികാരികളായി മാറി. ഇന്ത്യൻ മഹാസമുദ്രം ചോള തടാകമായതോടെ ചൈനയിലേക്ക് പോകുന്ന ഓരോ കപ്പലും ഇവർക്ക് കപ്പം കൊടുക്കണം. നാഗപട്ടണത്തെ തെരുവുകളിൽ മുത്തുകളും പവിഴങ്ങളും കൂട്ടിയിട്ട് വിൽക്കുകയായിരുന്നു എന്ന് സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിദേശ സഞ്ചാരി എഴുതി, ചോളാഴുവാരുടെ നാട്ടിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുപോലും വെള്ളിപ്പാത്രത്തിലാണ്. അത്രയ്ക്ക് സമ്പത്താണവിടെ.
രാജേന്ദ്ര ചോളൻ ഈ സമ്പത്തുപയോഗിച്ച് ഗംഗൈകൊണ്ട ചോളപുരത്ത് പുതിയൊരു തടാകം പണിതു. ചോളഗംഗം. 16 മൈൽ നീളമുള്ള ഒരു കൃത്രിമ തടാകം. ഇന്നത്തെ പൊന്നേരി. യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന അടിമകളെ കൊണ്ടാണ് അത് പണിയിപ്പിച്ചത്. ഗംഗയിൽ നിന്നുള്ള വിശുദ്ധജലം അതിലൊഴിച്ചു. ഇത് വിജയത്തിന്റെ ജലമാണ് എന്ന് രാജേന്ദ്രൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ കൊട്ടാരത്തിനുള്ളിൽ ഒരു രഹസ്യം അടക്കം പിറഞ്ഞു തുടങ്ങി. തിരികെ വന്ന കപ്പലുകളുടെ കണക്കെടുപ്പിൽ എന്തോ പിശകുണ്ട്. കാണാതായ കപ്പലുകൾ, സമുദ്രത്തിലെ നിഗൂഢത, ദ മിസ്റ്ററി ഓഫ് ദ ലോസ്റ്റ് ട്രഷർ ഫ്ലീറ്റ്. വിജയാഘോഷം കഴിഞ്ഞ് രാജസഭയിൽ നാവിക തലവൻ രാജേന്ദ്ര ചോളനു മുൻപിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. രാജേന്ദ്രൻ ചോദിച്ചു, എല്ലാം സുരക്ഷിതമായി എത്തിയല്ലോ? ആ പ്രത്യേക കപ്പലുകൾ, സ്വർണവിഗ്രഹങ്ങൾ കൊണ്ടുവന്ന കപ്പലുകൾ? അഡ്മിറൽ തലകുനിച്ചു. പ്രഭു, ക്ഷമിക്കണം, ആ 5 കപ്പലുകൾ, അവ തിരികെ എത്തിയിട്ടില്ല. രാജസഭ നിശബ്ദമായി. യുദ്ധത്തിൽ കപ്പലുകൾ തകരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ യുദ്ധം കഴിഞ്ഞ് തെളിഞ്ഞ കാലാവസ്ഥയിൽ മടങ്ങിവന്ന കപ്പലുകൾ എങ്ങനെ കാണാതാകും? ശ്രീവിജയത്തിൽ നിന്ന് പിടിച്ചെടുത്ത അവിടുത്തെ കുലദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളിലെ അമൂല്യനിധികളുമായിരുന്നു ആ കപ്പലുകളിൽ. നാവികർക്കിടയിൽ ഒരു കിംവദന്തി പരന്നു. അതു ദൈവങ്ങളുടെ ശാപമാണ്. അന്യന്റെ ദൈവങ്ങളെ അപമാനിച്ചാൽ സമുദ്രം അവരെ വിഴുങ്ങും. ആ കപ്പലുകൾക്കെന്ത് സംഭവിച്ചു? കൊടുങ്കാറ്റിൽപ്പെട്ടതാണോ? അതോ സ്വന്തം സൈന്യത്തിലെ ആരെങ്കിലും ആ സ്വർണവുമായി മുങ്ങിയതാണോ? അതോ നക്കവരം, ആൻഡമാൻ ദ്വീപിലെ ആദിവാസികൾ അവരെ ആക്രമിച്ചതോ? ചരിത്രത്തിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. ചില പഴയ തമിഴ് ലിഖിതങ്ങളിൽ കടലിൽ മറഞ്ഞ പൊൻകപ്പലുകൾ എന്ന പരാമർശമുണ്ട്. രാജേന്ദ്ര ചോളൻ ഇതിൽ അസ്വസ്ഥനായിരുന്നു. ആ നിധി നഷ്ടപ്പെട്ടതിലല്ല, മറിച്ച് തന്റെ നാവികപ്പടയ്ക്ക് സംഭവിച്ച ദുരൂഹതയിൽ. അദ്ദേഹം രഹസ്യമായി അന്വേഷിക്കാൻ ചാരന്മാരെ അയച്ചു. പക്ഷെ ആരും തിരികെ വന്നില്ല. സമുദ്രം അതിൻ്റെ രഹസ്യങ്ങൾ വിട്ടുതന്നില്ല. ഇത് സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ ആദ്യത്തെ മണിയൊച്ചയായിരുന്നു. അധികാരത്തിൻ്റെ ഭാരം. ഏകാന്തനായ ചക്രവർത്തി. വർഷങ്ങൾ കടന്നുപോയി. ക്രിസ്തുവർഷം 1030കൾ. രാജേന്ദ്ര ചോളൻ വൃദ്ധനായി വരുന്നു. യുദ്ധക്കളങ്ങളിൽ സിംഹത്തെപ്പോലെ ഗർജിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരത്തെ വലിയ കൊട്ടാരത്തിൽ പലപ്പോഴും ഏകാന്തനായി കാണപ്പെട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി, സാമ്രാജ്യം വലുതാകുന്തോറും ശത്രുക്കളും വലുതാകും. വടക്ക് ചാലൂക്യന്മാർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. തെക്ക് പാണ്ഡ്യന്മാർ കലാപത്തിന് കോപ്പുകൂട്ടുന്നു. ശ്രീലങ്കയിൽ സിംഹള രാജാക്കന്മാർ ഗറില്ലാ യുദ്ധം തുടരുന്നു. രാജേന്ദ്രൻ തന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, ഒരു സാമ്രാജ്യം പണിയാൻ വാളുമതി, പക്ഷേ അത് നിലനിർത്താൻ ത്യാഗം വേണം. ഈ സിംഹാസനം പൂക്കമെത്തരല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തന്റെ മൂത്ത മകൻ രാജാധിരാജ ചോളനെ അദ്ദേഹം യുവരാജാവായി വാഴിച്ചു. രാജാധിരാജൻ അച്ഛനേക്കാളും ക്രൂരനായ പോരാളിയായിരുന്നു. ശത്രുവിന്റെ തലയറക്കുന്നവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. പക്ഷേ രാജേന്ദ്രനൊരു ഭയമുണ്ടായിരുന്നു. തന്റെ മക്കൾക്ക് ഈ വലിയ സാമ്രാജ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ? അന്തഃപുരത്തിലെ വിഷം. പോയിസൺ ഇൻ ദ പാലസ്. സാമ്രാജ്യത്തിന്റെ ശത്രുക്കൾ പുറത്തുമാത്രമല്ല, അകത്തുമുണ്ടായിരുന്നു. വൻകിട ഉദ്യോഗസ്ഥർ, നാടുവാഴികൾ, നികുതി പിരിക്കുന്നവർ. ഇവർക്കിടയിൽ അഴിമതി വളർന്നു. ശ്രീവിജയത്തിൽ നിന്നു വന്ന സമ്പത്ത് പല ഉദ്യോഗസ്ഥരെയും മടിയന്മാരും അത്യാഗ്രഹികളുമാക്കി. കൊട്ടാരത്തിനുള്ളിൽ ഗൂഢാലോചനകൾ നടന്നു. ചില മന്ത്രിമാർ ചാലൂക്യന്മാരുമായി രഹസ്യബന്ധം സ്ഥാപിച്ചു. രാജേന്ദ്ര ചോളന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്താൻ ശ്രമം നടന്നതായി ചില കഥകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ വേളൈക്കാരർ, രാജാവിനുവേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അംഗരക്ഷകർ അത് തടഞ്ഞു. വേളൈക്കാരർ എന്നത് ചോള സാമ്രാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവർ പ്രതിജ്ഞയെടുക്കുന്നത് ഇങ്ങനെയാണ്: രാജാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിഴലായിരിക്കും. രാജാവ് മരിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചിതയിൽ ചാടും. ഇത്രയും വിശ്വസ്തരായ സൈന്യമുള്ളതുകൊണ്ട് മാത്രമാണ് രാജേന്ദ്രൻ ജീവിച്ചിരുന്നത്. വിദ്യാധര തോരണവും ക്ഷേത്രത്തിന്റെ നിഗൂഢതയും. ശ്രീവിജയത്തിൽ നിന്നു കൊണ്ടുവന്ന വിദ്യാധര തോരണം ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു.
ആ തോരണം വച്ചതിനു ശേഷം നാട്ടിൽ അശാന്തിയാണ്. അത് കൊണ്ടുവരരുതായിരുന്നു. ക്ഷേത്രത്തിലെ പൂജാരിമാർ രാജാവിനോട് പറഞ്ഞു, പ്രഭു, യുദ്ധത്തിൽ നമ്മൾ ആയിരങ്ങളെ കൊന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണുനീർ ഈ മണ്ണിൽ വീണിട്ടുണ്ട്. ആ പാപം കഴുകിക്കളയാൻ വലിയൊരു യാഗം നടത്തണം. അങ്ങനെ രാജേന്ദ്രൻ വലിയ ക്ഷേത്രങ്ങൾ പണിതു, ദാനധർമ്മങ്ങൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ശാന്തമായില്ല. കടലിൽ നിന്ന് വീശുന്ന കാറ്റിൽ മരിച്ചവരുടെ നിലവിളി അദ്ദേഹം കേൾക്കുന്നതുപോലെ തോന്നി. വരാനിരിക്കുന്ന കൊടുങ്കാറ്റ് 1040കളിലേക്ക് കടക്കുമ്പോൾ സാമ്രാജ്യം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് മെല്ലെ താഴേക്കിറങ്ങാൻ തുടങ്ങി. അതിർത്തികളിൽ നിന്ന് തോൽവികളുടെ വാർത്തകൾ വന്നു തുടങ്ങി. ശ്രീലങ്കയിലെ ചോള സൈന്യം പരാജയപ്പെടുന്നു. കർണാടകത്തിലെ ചാലൂക്യന്മാർ ചോള അതിർത്തികൾ ആക്രമിക്കുന്നു. രാജേന്ദ്ര ചോളൻ തന്റെ അവസാന കാലത്ത് വീണ്ടും തന്റെ പടയങ്കി അണിയാൻ നിർബന്ധിതനായി. വൃദ്ധനായ സിംഹം വീണ്ടും ഇറങ്ങുകയാണ്. പക്ഷെ ഇത്തവണ വിജയം സുനിശ്ചിതമല്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. കടലിനെ കീഴടക്കിയവർക്ക് കരയെ ഭരിക്കാൻ കഴിയാതെ പോയോ? അതോ പ്രകൃതിയുടെ ഒരു നിയമമുണ്ടോ? ഒരു തിരമാല എത്ര ഉയരത്തിൽ പൊങ്ങുന്നോ അത്രയും വേഗത്തിൽ അത് താഴെ വീഴും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചോള സാമ്രാജ്യത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായമാണ്. മക്കളുടെ മരണം, രാജാവിന്റെ അന്ത്യം, പിന്നെ വീണ്ടും ഒരു ഉയിർത്തെഴുന്നേൽപ്പ്. സമുദ്രത്തിലെ തിരമാലകൾക്ക് എപ്പോഴും ഒരേ താളമായിരിക്കില്ല. ശാന്തമായ കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമാകും. ചോള സാമ്രാജ്യത്തിന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ക്രിസ്തുവർഷം 1044 ഗംഗൈകൊണ്ട ചോളപുരത്തെ കൊട്ടാരത്തിൽ ഒരു മണി മുഴങ്ങി. അത് യുദ്ധത്തിനുള്ള മണിയല്ലായിരുന്നു, അത് വിലാപത്തിന്റെ മണിയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തെ തന്റെ കാൽക്കീഴിലൊതുക്കിയ, ഗംഗാനദി വരെ പടയോട്ടം നടത്തിയ രാജേന്ദ്ര ചോളൻ എന്ന മഹാനായ ചക്രവർത്തി വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം മരിച്ചത് യുദ്ധക്കളത്തിലല്ല, വാർദ്ധക്യത്തിന്റെ അവശതകളിലായിരുന്നു. എന്റെ കപ്പലുകൾ, എന്റെ കപ്പലുകൾ എന്നായിരുന്നു അദ്ദേഹം അവസാനം മന്ത്രിച്ചതെന്ന് പറയപ്പെടുന്നു. രാജേന്ദ്രന്റെ മരണം ചോള സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കി. വടക്കുള്ള ചാലൂക്യന്മാരും തെക്കുള്ള പാണ്ഡ്യന്മാരും ശ്രീലങ്കയിലെ സിംഹളരും കരുതി, പുലി മരിച്ചു, ഇനി നമുക്ക് ചോളനാടിനെ പിച്ചി ചീന്താം. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, ആ പുലി മരിക്കും മുൻപ് തന്റെ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ പഠിപ്പിച്ചിരുന്നു എന്ന്. രാജേന്ദ്രനു ശേഷം സിംഹാസനമേറ്റിയത് അദ്ദേഹത്തിന്റെ മൂത്തമകൻ രാജാധിരാജ ചോളനാണ്. അദ്ദേഹം അച്ഛനെപ്പോലെ നയതന്ത്രജ്ഞനല്ലായിരുന്നു. അദ്ദേഹം ഒരു ശുദ്ധമായ പോരാളിയായിരുന്നു. മറുപടി വാക്കുകൊണ്ടല്ല, വാളുകൊണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അധികാരമേറ്റ ഉടൻ അദ്ദേഹം ചെയ്തു തുടങ്ങിയത് അശ്വമേധയാഗമായിരുന്നില്ല, മറിച്ച് നരമേധമായിരുന്നു. കലാപം നടത്തിയ ചേര രാജാക്കന്മാരെയും പാണ്ഡ്യന്മാരെയും അദ്ദേഹം ക്രൂരമായി അടിച്ചമർത്തി. ശ്രീലങ്കയിൽ വീണ്ടും ചോളപ്പടയിറങ്ങി. അവിടെ കണ്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തി. രാജാധിരാജന്റെ കിരീടധാരണ സമയത്ത് അദ്ദേഹമെടുത്ത പ്രതിജ്ഞ ചരിത്രത്തിലുണ്ട്. എന്റെ പിതാവ് അതിരുകൾ വികസിപ്പിച്ചു, ഞാൻ ആ അതിരുകളെ ഇരുമ്പ് മതിൽ കൊണ്ട് സംരക്ഷിക്കും, അതിൽ തൊടുന്നവൻ വെണ്ണീരാകും. എന്നാൽ വിധിയുടെ തിരക്കഥ മറ്റൊന്നായിരുന്നു. വടക്കൻ കാട്ടിലെ ഭീഷണി, ചാലൂക്യന്മാർ. ചോളന്മാരുടെ എക്കാലത്തെയും വലിയ ശത്രുക്കൾ കർണാടകത്തിലെ കല്യാണി ചാലൂക്യന്മാരായിരുന്നു. അവിടുത്തെ രാജാവ് സോമേശ്വരൻ ഒന്നാമൻ ചോളന്മാർ പോലെ തന്നെ ശക്തനായിരുന്നു. ചോളന്മാർ കടലിൽ രാജാക്കന്മാരാണെങ്കിൽ ചാലൂക്യന്മാർ കരയിലെ പുലികളായിരുന്നു. അവർക്ക് വലിയ കുതിരപ്പടയുണ്ടായിരുന്നു. സോമേശ്വരൻ ചോളന്മാരെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. ചോള സാമ്രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിലെ ഗ്രാമങ്ങൾ അവർ കത്തിച്ചു. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. ദേവാലയങ്ങൾ തകർത്തു. ഈ വാർത്ത രാജാധിരാജന്റെ ചെവിയിലെത്തി. അദ്ദേഹം കൊട്ടാരത്തിൽ വെറുതെയിരുന്നില്ല. എന്റെ പ്രജകളെ തൊടാൻ ധൈര്യപ്പെട്ടവന്റെ തല കൊയ്തെടുത്തിട്ടേ ഞാൻ തിരികെ വരൂ. അങ്ങനെ ക്രിസ്തുവർഷം 1054 ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ സൈന്യം വടക്കോട്ട് നീങ്ങി. ലക്ഷ്യസ്ഥാനം കൊപ്പം, ഇന്നത്തെ കർണാടകയിലെ കൃഷ്ണാനദിയുടെ തീരം. ഇതു വെറുമൊരു യുദ്ധമായിരുന്നില്ല, ദക്ഷിണേന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന വിധിയുദ്ധമായിരുന്നു. കൊപ്പത്തെ യുദ്ധക്കളം, മരണത്തിന്റെ നൃത്തം. നിങ്ങൾ ആ യുദ്ധക്കളമൊന്ന് ഭാവനയിൽ കാണുക. 2 വലിയ നദികൾ, കൃഷ്ണയും തുംഗഭദ്രയും.
അവയുടെ തീരത്ത് പരന്നുകിടക്കുന്ന മൈതാനം. ഒരു വശത്ത് ചാലൂക്യന്മാരുടെ ലക്ഷക്കണക്കിന് സൈന്യം, അവരുടെ മുൻനിരയിൽ ആയിരക്കണക്കിന് കുതിരകൾ. മറുവശത്ത് ചോളന്മാരുടെ കറുത്ത പട. അവരുടെ ശക്തി ആനകളായിരുന്നു. ഉച്ചസമയത്തെ വെയിൽ, പൊടിപടലങ്ങൾ കൊണ്ട് സൂര്യൻ പോലും മറഞ്ഞിരിക്കുന്നു. യുദ്ധം തുടങ്ങി. വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ആനകളുടെ ചിഹ്നം വിളി, മുറിവേറ്റവരുടെ നിലവിളി. രക്തത്തിന്റെ മണം കാറ്റിൽ നിറഞ്ഞു. രാജാധിരാജ ചോളൻ യുദ്ധം നയിച്ചത് പിന്നിൽ നിന്നല്ല, അദ്ദേഹം മുൻനിരയിലായിരുന്നു. കൂറ്റൻ ആനയുടെ പുറത്ത് സ്വർണാംബാരിയിൽ അദ്ദേഹം ഇരുന്നു. ഇതൊരു വലിയ തെറ്റായിരുന്നു എന്ന് ചിലർ പറയാം. രാജാവ് എപ്പോഴും സുരക്ഷിതനായിരിക്കണം. പക്ഷേ രാജാധിരാജൻ പറഞ്ഞു, എന്റെ ഭടന്മാർ മരിക്കുമ്പോൾ ഞാൻ കൊട്ടാരത്തിലിരിക്കില്ല. ഞാൻ അവർക്ക് മുന്നിൽ നിൽക്കും. ആനപ്പുറത്തിരുന്ന് അദ്ദേഹം ശത്രുക്കളെ അമ്പെയ്തു വീഴ്ത്തി. ചാലൂക്യ സൈന്യം ഭയന്ന് പിന്നോട്ടു മാറി. ചോളന്മാർ ജയിക്കുകയാണെന്ന് തോന്നി. വിജയം കയ്യെത്തും ദൂരത്തായിരുന്നു. പക്ഷേ ചാലൂക്യ രാജാവായ സോമേശ്വരൻ ഒരു ചതിപ്രയോഗം നടത്തി. അദ്ദേഹം തന്റെ ഏറ്റവും മികച്ച വില്ലാളികളെ, സ്നൈപ്പേഴ്സ്, ആർച്ചേഴ്സ് വിളിച്ചു. അവരോട് പറഞ്ഞു, സൈന്യത്തെ നോക്കണ്ട, ആനപ്പുറത്തിരിക്കുന്നവനെ മാത്രം നോക്കുക. എനിക്ക് ചോളന്റെ തല വേണം. ഇരത്രം കരഞ്ഞ നിമിഷം. യുദ്ധം മുറുകി നിൽക്കുന്ന സമയം. ചാലൂക്യ വില്ലാളികൾ ഒളിച്ചിരുന്നു. അവർ രാജാധിരാജന്റെ ആനയെ ലക്ഷ്യമാക്കി നീങ്ങി. പെട്ടെന്ന് ഒരു കൂട്ടം അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വന്നു. ആദ്യം ആനയുടെ പാപ്പാൻ വീണു. ആന നിയന്ത്രണം വിട്ടു. അടുത്ത നിമിഷം ഒരു വിഷം പുരട്ടിയ അസ്ത്രം രാജാധിരാജന്റെ മാറിലേക്ക് തറച്ചു. പിന്നാലെ അസ്ത്രങ്ങളുടെ പെരുമഴ. ചോള സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ആനപ്പുറത്തെ അമ്പാരിയിൽ കുഴഞ്ഞു വീണു. ആ കാഴ്ച കണ്ട് ചോള സൈന്യം സ്തംഭിച്ചുപോയി. രാജാവ് വീണു, രാജാവ് വീണു. യുദ്ധക്കളത്തിൽ ആ നിലവിളി പടർന്നു. ഒരു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം രാജാവിന്റെ വീഴ്ചയെന്നത് തോൽവിയേക്കാൾ വലുതാണ്. അതവരുടെ മനോവീര്യം തകർക്കും. ചാലൂക്യ സൈന്യം ആർപ്പു വിളിച്ചു. അവർ ആനയെ വളഞ്ഞു. വീണുകിടക്കുന്ന രാജാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ അവർ പാഞ്ഞെടുത്തു. ചോളന്മാർ ചിതറിയോടാൻ തുടങ്ങി. എല്ലാം അവസാനിച്ചു. ചോള സാമ്രാജ്യം ഇന്നീ മണ്ണിൽ അവസാനിക്കുമെന്നെല്ലാവരും കരുതി. പക്ഷേ ചോള രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് തോൽവി സമ്മതിക്കില്ല. രക്തത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ആ യുദ്ധക്കളത്തിൽ ചോള സൈന്യത്തിന്റെ പിൻനിരയിൽ റിസർവ് ഫോഴ്സ് മറ്റൊരു രാജകുമാരനുണ്ടായിരുന്നു. രാജാധിരാജന്റെ അനിയൻ രാജേന്ദ്ര ചോളൻ രണ്ടാമൻ. തന്റെ ജ്യേഷ്ഠൻ, തന്റെ രാജാവ് ശത്രുക്കളുടെ അസ്ത്രമേറ്റു വീഴുന്നത് അദ്ദേഹം കണ്ടു. ചാലൂക്യ സൈന്യം ജ്യേഷ്ഠന്റെ ശരീരം വികൃതമാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം കണ്ടു. സാധാരണഗതിയിൽ ഒരു രാജാവ് മരിച്ചാൽ സൈന്യം പിന്തിരിഞ്ഞോടും. പക്ഷേ രാജേന്ദ്രൻ രണ്ടാമൻ ചെയ്തത് ചരിത്രത്തിലെ അപൂർവമായൊരു കാര്യമാണ്. അദ്ദേഹം തന്റെ ആനയെ മുന്നോട്ട് കുതിപ്പിച്ചു. ഓടിപ്പോകുന്ന ചോള ഭടന്മാരുടെ മുന്നിൽ വന്ന് അദ്ദേഹം നിന്നു. അദ്ദേഹം അലറി, നിൽക്കൂ, ഭീരുക്കളെപ്പോലെ എങ്ങോട്ടാണോടുന്നത്? നിങ്ങളുടെ രാജാവ് മരിച്ചിട്ടില്ല. നോക്കൂ, ഞാനിവിടെയുണ്ട്. അദ്ദേഹം തന്റെ വാൾ ഉയർത്തി. ഇന്നീ മണ്ണിൽ വീഴേണ്ടത് നമ്മുടെ കണ്ണീരല്ല, ശത്രുവിന്റെ തലകളാണ്. എന്റെ ജ്യേഷ്ഠന്റെ ഓരോ തുള്ളി രക്തത്തിനും പകരം 1000 ചാലൂക്യന്മാരെ ഞാൻ ബലി കൊടുക്കും. എന്റെ കൂടെ വരുന്നവർ വരൂ. ആ വാക്കുകൾ ഒരു മാന്ത്രികത പോലെ പ്രവർത്തിച്ചു. ഓടിപ്പോയ ഭടന്മാർ തിരിഞ്ഞു നിന്നു. അവരുടെ ഭയം മാറി. പകരം കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ കത്തി. രാജേന്ദ്രൻ രണ്ടാമൻ ഒരു കൊടുങ്കാറ്റുപോലെ ചാലൂക്യ സൈന്യത്തിലേക്ക് ഇരച്ചുകയറി. പിന്നെ നടന്നത് യുദ്ധമല്ല, സംഹാരമായിരുന്നു. ജ്യേഷ്ഠനെ കൊന്ന വില്ലാളികളെ അദ്ദേഹം വെട്ടിനുറുക്കി. ചാലൂക്യ സൈന്യാധിപന്മാരായ ജയസിംഹനെയും മറ്റുള്ളവരെയും അദ്ദേഹം വധിച്ചു. വിജയിച്ചെന്ന് കരുതി ആഘോഷിക്കുകയായിരുന്ന ചാലൂക്യ സൈന്യം ചോളന്മാരുടെ ഈ പെട്ടെന്നുള്ള പ്രത്യാഘാതത്തിൽ പകച്ചുപോയി. അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കൃഷ്ണാ നദിയുടെ വെള്ളം ചോരയാൽ ചുവന്നു. വൈകുന്നേരമായപ്പോഴേക്കും ചാലൂക്യ സൈന്യം തോറ്റോടി. യുദ്ധക്കളത്തിലെ കിരീടധാരണം. സൂര്യൻ അസ്തമിക്കാറായി. യുദ്ധം അവസാനിച്ചു. യുദ്ധക്കളം നിറയെ മൃതശരീരങ്ങൾ. രാജേന്ദ്രൻ രണ്ടാമൻ തന്റെ ജ്യേഷ്ഠന്റെ മൃതശരീരത്തിനരികിലെത്തി. അദ്ദേഹം ആ കാലുകളിൽ വീണു കരഞ്ഞു. എന്നാൽ സമയം പാഴാക്കാനുണ്ടായിരുന്നില്ല.
സാമ്രാജ്യത്തിനൊരു രാജാവിനെ വേണം. അവിടെ ആ യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചവരുടെ സാക്ഷിയിൽ ചോരപുരണ്ട മണ്ണിൽ വെച്ച് ഒരു ചടങ്ങ് നടന്നു. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവം. യുദ്ധക്കളത്തിലെ കിരീടധാരണം. രാജേന്ദ്രൻ രണ്ടാമൻ തന്റെ ജ്യേഷ്ഠന്റെ തലയിൽ നിന്ന് തെറിച്ചു വീണ കിരീടമെടുത്ത് സ്വന്തം തലയിൽ വെച്ചു. അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു, ഇനി മുതൽ ഞാൻ ചോളരാജ്യം നയിക്കും. എന്റെ പേര് രാജേന്ദ്രൻ. അദ്ദേഹം ജ്യേഷ്ഠന്റെ ഘാതകരോട് ക്ഷമിച്ചില്ല. ചാലുക്യന്മാരുടെ കോലാപൂർ നഗരത്തിൽ വിജയസ്തംഭം വിക്ടറി പില്ലർ സ്ഥാപിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പ്രതികാരത്തിന്റെ അനന്തരഫലങ്ങൾ. രാജേന്ദ്രൻ രണ്ടാമൻ വീരനായിരുന്നു. പക്ഷേ കൊപ്പത്തെ യുദ്ധം ചോള സാമ്രാജ്യത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഒരു തലമുറയിലെ ഏറ്റവും മികച്ച പോരാളികൾ ആ യുദ്ധത്തിൽ മരിച്ചു. ഖജനാവ് കാലിയായി. തുടർച്ചയായ യുദ്ധങ്ങൾ ജനങ്ങളെ വലച്ചു. കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയ രാജേന്ദ്രൻ രണ്ടാമന് സമാധാനം ലഭിച്ചില്ല. ജ്യേഷ്ഠന്റെ മരണം അദ്ദേഹത്തെ വേട്ടയാടി. കൂടാതെ സമുദ്രത്തിൽ നിന്നുള്ള വരുമാനം കുറയാൻ തുടങ്ങി. എന്തുകൊണ്ട്? ശ്രീവിജയ സാമ്രാജ്യം ഇന്തോനേഷ്യ വീണ്ടും തലപൊക്കാൻ തുടങ്ങിയിരുന്നു. ചോളന്മാരുടെ ശ്രദ്ധ വടക്കൻ യുദ്ധങ്ങളിലായപ്പോൾ കിഴക്കൻ കടലിലെ പിടി അയഞ്ഞുപോയി. വ്യാപാരക്കപ്പലുകൾ കുറഞ്ഞു. സ്വർണത്തിന്റെ വരവ് നിലച്ചു. ക്ഷേത്രങ്ങളിലെ പണികൾ പാതിവഴിയിൽ മുടങ്ങി. ദുശ്ശകുനങ്ങളുടെ കാലം. ഗംഗൈകൊണ്ട ചോളപുരത്ത് വിചിത്രമായ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാജകൊട്ടാരത്തിന്റെ മുകളിലെ സ്വർണക്കലശം ഇടിമിന്നലേറ്റ് തകർന്നു. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് അജ്ഞാതമായ രോഗങ്ങൾ പിടിപെട്ടു. ജ്യോത്സ്യന്മാർ പറഞ്ഞു, ഇത് വെറും യാദൃശ്ചികമല്ല. ചോളവംശത്തിന്റെ ജാതകത്തിൽ ശനി ബലപ്പെടുന്നു. സമുദ്രം തന്നത് സമുദ്രം തിരിച്ചെടുക്കാൻ പോകുകയാണ്. രാജേന്ദ്രൻ രണ്ടാമൻ ഇതൊന്നും വിശ്വസിച്ചില്ല. എന്റെ വാളാണെന്റെ വിധി എന്നദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ വാളിന് തടുക്കാൻ കഴിയാത്ത ചിലതുണ്ട്. ഉദാഹരണത്തിന് സ്വന്തം രക്തത്തിൽ പിറക്കുന്ന ശത്രുക്കൾ. അടുത്ത തലമുറ വളരുകയാണ്. അധികാരമോഹികൾ. അമ്മാവന്മാരും മരുമക്കളും തമ്മിലുള്ള തർക്കങ്ങൾ. സിംഹാസനത്തിനു വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ. ചോള സാമ്രാജ്യമെന്ന വൻമരം പുറമേ നോക്കുമ്പോൾ പച്ചിച്ചു നിൽക്കുന്നു. പക്ഷേ അതിന്റെ വേരുകളിൽ ചിതൽ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആ സാമ്രാജ്യത്തിന്റെ സാവധാനത്തിലുള്ള എന്നാൽ വേദന നിറഞ്ഞ പതനമാണ്. ഒരു മഹാസാമ്രാജ്യം തകരുമ്പോൾ അത് വലിയ ഒച്ചയുണ്ടാക്കില്ല. അതൊരു നെടുവിയർപ്പ് പോലെ മെല്ലെ മാഞ്ഞു പോകുകയാണ് ചെയ്യുക. പക്ഷേ അതിനു മുൻപ് ഒരവസാനത്തെ മിന്നലാട്ടം കൂടി ബാക്കിയുണ്ട്. വീരരാജേന്ദ്രനും കുലോത്തുംഗ ചോളനും. അവരാരായിരുന്നു? അവർക്ക് സാമ്രാജ്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞോ? യുദ്ധം ജയിക്കാം, പക്ഷേ സമാധാനം ജയിക്കാൻ വലിയ പ്രയാസമാണ്. കൊപ്പത്തെ യുദ്ധക്കളത്തിൽ നിന്ന് ചോളന്മാർ വിജയികളായി മടങ്ങി. പക്ഷേ ആ വിജയത്തിന് അവർ കൊടുത്ത വില വളരെ വലുതായിരുന്നു. ഒരു തലമുറയിലെ വീരന്മാരെ മുഴുവൻ മണ്ണ് തിന്നു തീർത്തിരുന്നു. രാജേന്ദ്ര ചോളൻ രണ്ടാമനു ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ വീരരാജേന്ദ്രൻ അധികാരമേറ്റു. അദ്ദേഹം കഴിവുള്ളവനായിരുന്നു. പാണ്ഡ്യന്മാരെയും ചേരന്മാരെയും അദ്ദേഹം വിറപ്പിച്ചു. ചോളന്റെ വാളിന് തുരുമ്പെടുത്തിട്ടില്ല എന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചു. പക്ഷേ വിധി ചോളന്മാരോട് ക്രൂരത കാണിച്ചു. വീരരാജേന്ദ്രൻ പെട്ടെന്ന് രോഗബാധിതനായി മരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തോടെ ചോള സാമ്രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണു. തഞ്ചാവൂരിലെയും ഗംഗൈകൊണ്ട ചോളപുരത്തെയും തെരുവുകളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആരാണ് അടുത്ത രാജാവ്? സിംഹാസനത്തിന് അവകാശമുന്നയിച്ച് പലരും വന്നു. വീരരാജേന്ദ്രന്റെ മകൻ അതിരാജേന്ദ്രൻ അധികാരമേറ്റെങ്കിലും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ സ്വന്തം ജനങ്ങൾ തന്നെ കൊന്നതാണെന്നും അതല്ല വിഷം കൊടുത്തതാണെന്നും കഥകളുണ്ട്. ഇതോടെ മഹാനായ വിജയലായ ചോളനിൽ തുടങ്ങി രാജരാജനിലൂടെയും രാജേന്ദ്രനിലൂടെയും ഒഴുകിവന്ന നേരിട്ടുള്ള ആൺതരിമ ഡിറക്റ്റ് മെയിൽ ലിനിയേജ് അവസാനിച്ചു. ചോളവംശം അനാഥമായി. സാമ്രാജ്യം ഛിന്നഭിന്നമാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ചോളന്മാർക്കറിയാമായിരുന്നു. അകലെ കിഴക്കൻ ചാലൂക്യ വെങ്ങി ദേശത്തുനിന്ന് ഒരു രാജകുമാരൻ വന്നു. അദ്ദേഹം പകുതി ചാലൂക്യനും പകുതി ചോളനുമായിരുന്നു. രാജേന്ദ്ര ചോളന്റെ മകൾ അമ്മാംഗദേവിയുടെ മകൻ. അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്ര ചാലൂക്യൻ. പക്ഷേ ചരിത്രം അദ്ദേഹത്തെ വിളിച്ചത് ആ പേരിലല്ല. അദ്ദേഹം ചോളസിംഹാസനത്തിൽ കയറിയപ്പോൾ സ്വീകരിച്ച പേര് കുലോത്തുംഗ ചോളൻ വൺ, വംശത്തെ ഉയർത്തുന്നവൻ. കുലോത്തുംഗന്റെ മാറ്റങ്ങൾ: വാളല്ല, ത്രാസ്.
കുലോത്തുംഗൻ മുൻഗാമികളെപ്പോലെ ആയിരുന്നില്ല. അദ്ദേഹം യുദ്ധക്കുതിയനായിരുന്നില്ല. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു, എക്കണോമിസ്റ്റ് കിങ്. അദ്ദേഹം അധികാരമേറ്റപ്പോൾ ഖജനാവ് പരിശോധിച്ചു. അത് കാലിയായിരുന്നു. നിരന്തരമായ യുദ്ധങ്ങൾ സാമ്രാജ്യത്തെ ദരിദ്രമാക്കിയിരുന്നു. അദ്ദേഹം ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു. ഇനി അനാവശ്യ യുദ്ധങ്ങൾ വേണ്ട, നമുക്ക് വേണ്ടത് കച്ചവടമാണ്. അദ്ദേഹം ജനങ്ങളുടെ മേലുള്ള അനാവശ്യ നികുതികൾ എടുത്തുമാറ്റി, ചുങ്കം ഒഴിവാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന് സുങ്കം തവിർത്ത ചോളൻ എന്ന പേര് ലഭിച്ചു. ഇതോടെ വ്യാപാരം വീണ്ടും ശക്തിപ്പെട്ടു. നാഗപട്ടണത്തേക്ക് വീണ്ടും കപ്പലുകൾ ഒഴുകി. ചൈനയുമായുള്ള ബന്ധം അദ്ദേഹം പുതുക്കി. ചൈനീസ് ചക്രവർത്തിക്ക് അദ്ദേഹം 72 പേരുള്ള വലിയൊരു നയതന്ത്ര സംഘത്തെ അയച്ചു. പക്ഷേ സമാധാനം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ശത്രുക്കൾ അടങ്ങിയിരിക്കില്ലല്ലോ. കുലോത്തുംഗന്റെ ഭരണകാലത്ത് സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ ചുരുങ്ങാൻ തുടങ്ങി. അതിലേറ്റവും വലിയ നഷ്ടം ശ്രീലങ്കയായിരുന്നു. ലങ്കയുടെ നഷ്ടം, സിംഹളന്റെ ഉയിർത്തെഴുന്നേൽപ്പ്. വർഷങ്ങളായി ചോളരുടെ കീഴിലായിരുന്ന ശ്രീലങ്കയിൽ വിജയബാഹു 1 എന്ന സിംഹള രാജാവ് ശക്തി പ്രാപിച്ചു. അദ്ദേഹം കാടുകളിൽ ഒളിച്ചിരുന്ന് വലിയൊരു സൈന്യത്തെയുണ്ടാക്കി. ചോള സൈന്യം ക്ഷീണിതരാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആക്രമണമഴിച്ചുവിട്ടു. അനുരാധപുരവും പൊളന്നരുവയും കത്തി. കുലോത്തുംഗൻ ചിന്തിച്ചു, ശ്രീലങ്ക നിലനിർത്താൻ ഇനിയും ആയിരക്കണക്കിന് ഭടന്മാരെ ബലി കൊടുക്കണോ, അതോ നമ്മുടെ സ്വന്തം മണ്ണ് സംരക്ഷിക്കണോ? അദ്ദേഹം ഒരു പ്രായോഗിക തീരുമാനമെടുത്തു. ശ്രീലങ്ക വിട്ടേക്കുക, നമുക്ക് നമ്മുടെ അതിർത്തികൾ ഭദ്രമാക്കാം. അങ്ങനെ 70 വർഷത്തോളം ശ്രീലങ്കയിൽ പാറിപ്പറന്ന ചോളന്റെ പുലിക്കൊടി താഴ്ത്തപ്പെട്ടു. ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. സമുദ്രത്തിലെ ആധിപത്യം, നേവൽ ഡോമിനൻസ് മെല്ലെ കൈവിട്ടു പോകുന്നതിന്റെ സൂചന. പക്ഷേ കുലോത്തുംഗൻ ഭീരുവായിരുന്നില്ല. അത് തെളിയിക്കാൻ അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം നൽകിയത് വടക്കുള്ള കലിംഗം, പ്രസന്റ് ഡേ ഒഡീഷ ആണ്. കലിംഗാട്ടുപരണി, പ്രേതങ്ങളുടെ സദ്യ, ദ കലിംഗ വാർ ആൻഡ് ദ ഫീസ്റ്റ് ഓഫ് ഗോസ്റ്റ്സ്. കലിംഗത്തിലെ രാജാവ് ചോളന്മാർക്ക് കപ്പം കൊടുക്കാൻ വിസമ്മതിച്ചു. കുലോത്തുംഗൻ ചിരിച്ചു. ശാന്തനായിരിക്കുന്നു എന്നത് എന്റെ ദൗർബല്യമാണെന്ന് അവർ കരുതുന്നു. എന്റെ വാൾ ഉറയിലാണ്, പക്ഷേ അതിന് മൂർച്ച കുറഞ്ഞിട്ടില്ലെന്ന് അവരെ അറിയിക്കണം. അദ്ദേഹം തന്റെ ഏറ്റവും വിശ്വസ്തനായ ക്രൂരനായ സേനാധിപനെ വിളിച്ചു, കരുണാകര തൊണ്ടൈമാൻ. പല്ലവ വംശജനായ യമനെപ്പോലെ ഭയപ്പെടുത്തുന്ന പടയാളി. കരുണാകര, കലിംഗം എനിക്ക് ചാരമായി കിട്ടണം. പിന്നെ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ യുദ്ധങ്ങളിലൊന്നാണ്. ഈ യുദ്ധത്തെക്കുറിച്ച് ജയം കൊണ്ടാർ എന്ന കവി എഴുതിയ കൃതിയാണ് കലിംഗാട്ടുപരണി. ഇതൊരു സാധാരണ കവിതയല്ല. ഇതിൽ യുദ്ധത്തെ വർണ്ണിക്കുന്നത് മനുഷ്യരല്ല, പ്രേതങ്ങളും പിശാചുക്കളുമാണ്. കവി സങ്കൽപ്പിക്കുന്നു, യുദ്ധക്കളത്തിൽ ചോരപ്പുഴ ഒഴുകുന്നു, മരിച്ചുകിടക്കുന്ന ആനകളുടെയും കുതിരകളുടെയും മനുഷ്യരുടെയും മലകൾ. ഈ കാഴ്ച കണ്ട് ആകാശത്തിരുന്ന് പേയികൾ, പിശാചുക്കൾ ആനന്ദനൃത്തം ചവിട്ടുന്നു. അവർ ചോരയിൽ മാംസം വേവിച്ച് തിന്നുന്നു, തലയോട്ടികൾ കൊണ്ട് പന്തുകളിക്കുന്നു. നോക്കൂ, ആ ആനയുടെ കുടൽമാല കഴുത്തിലിട്ട പിശാച്ചിനെ നോക്കൂ. ഇതാണ് കവിതയിലെ വരികൾ. എന്തിനാണ് കവി ഇത്ര ഭീകരമായി ഇതെഴുതിയത്? ആ യുദ്ധത്തിന്റെ ക്രൂരത അത്രത്തോളമായിരുന്നു. കരുണാകര തൊണ്ടൈമാൻ കലിംഗത്തെ തകർത്തെറിഞ്ഞു. അവിടെ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. കുലോത്തുംഗൻ തന്റെ അധികാരം വീണ്ടും തെളിയിച്ചു. അവസാനത്തെ പ്രതാപം. കലിംഗയുദ്ധം ചോള സാമ്രാജ്യത്തിന്റെ അവസാനത്തെ വലിയ വിജയമായിരുന്നു. കുലോത്തുംഗൻ ദീർഘകാലം ഭരിച്ചു. അദ്ദേഹം കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. ചിദംബരം ക്ഷേത്രം വിപുലീകരിച്ചു. അതേസമയം വൈഷ്ണവ ക്ഷേത്രങ്ങളോട് അദ്ദേഹം വിവേചനം കാണിച്ചു എന്നും ഗോവിന്ദരാജ വിഗ്രഹം കടലിലെറിഞ്ഞു എന്നും ചില കഥകളുണ്ട്. ഇത് ശൈവ വൈഷ്ണവ സംഘർഷത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷേ പുറമേ ശാന്തമെന്ന് തോന്നിയെങ്കിലും ഉള്ളിൽ വിള്ളലുകൾ വലുതാവുകയായിരുന്നു. പഴയതുപോലെ രാജാവിന്റെ വാക്കിന് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്നു. നാട്ടുപ്രഭുക്കന്മാർ ശക്തി പ്രാപിച്ചു. ഓരോ പ്രദേശത്തും ചെറിയ ചെറിയ രാജാക്കന്മാർ തലപൊക്കി. അവർ രാജാവിന് നികുതി കൊടുക്കാൻ മടിച്ചു. രാജാവ് ഗംഗൈകൊണ്ട ചോളപുഴുത്തിരുന്നാൽ മതി, ഞങ്ങളുടെ നാട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നായി അവരുടെ നിലപാട്. കേന്ദ്രീകൃതമായ അധികാരം, സെൻട്രലൈസ്ഡ് പവർ നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു സാമ്രാജ്യം തകരുന്നത് ഒറ്റയടിക്കല്ല, അത് ചിതൽ തിന്നുന്ന മരം പോലെയാണ്. പുറമേ മരം നിൽക്കുന്നുണ്ടാകും, പക്ഷേ ഉള്ളിൽ അത് പൊള്ളയായിരിക്കും. സാമ്രാജ്യത്തിന്റെ സന്ധ്യ, ട്വൈലൈറ്റ് ഓഫ് ദി എംപയർ. ക്രിസ്തുശകം 1100 കഴിഞ്ഞു. കുലോത്തുംഗന്റെ കാലശേഷം വന്ന രാജാക്കന്മാർ ദുർബലരായിരുന്നു. വിക്രമചോളൻ, കുലോത്തുംഗൻ രണ്ടാമൻ, രാജരാജൻ രണ്ടാമൻ.
അവർ നല്ല മനുഷ്യരായിരുന്നു, ക്ഷേത്രങ്ങൾ പണിതു, കവിതകൾ എഴുതി. പക്ഷേ ഒരു സാമ്രാജ്യത്തിനു വേണ്ടത് കവികളെയല്ല, പോരാളികളെയാണ്. ഈ സമയത്താണ് പാണ്ഡ്യന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. നൂറ്റാണ്ടുകളായി ചോളരുടെ അടിമകളായി കഴിഞ്ഞ പാണ്ഡ്യന്മാർ തങ്ങളുടെ സമയം കാത്തിരിക്കുകയായിരുന്നു. മധുരയിൽ വീണ്ടും മീൻകൊടി ഉയരാൻ തുടങ്ങി. ചോളന്റെ പുലിയെ വേട്ടയാടാൻ സമയമായി. അതേസമയം വടക്ക് ഹൊയ്സാലന്മാർ എന്ന പുതിയ ശക്തി ഉദയം ചെയ്തു. ചോള സാമ്രാജ്യം ഇപ്പോൾ 4 ഭാഗത്തുനിന്നും വളയപ്പെട്ടിരിക്കുന്നു. പക്ഷേ യഥാർത്ഥ ദുരന്തം അതൊന്നുമല്ലായിരുന്നു. കടൽ, ചോളരെ വളർത്തിയ കടൽ അവരെ കൈവിട്ടു. കടൽ വഴിയുള്ള വ്യാപാരം കുറഞ്ഞു. അറബികളും ചൈനക്കാരും മറ്റു തുറമുഖങ്ങൾ തേടിപ്പോയി. നാഗപട്ടണത്തിന്റെ പ്രതാപം മങ്ങി. കപ്പൽശാലകൾ നിശബ്ദമായി. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ച ആ നാവികപ്പട ഇപ്പോൾ വെറും മീൻപിടുത്ത വള്ളങ്ങൾ മാത്രമായി ചുരുങ്ങി. കാലത്തിന്റെ പ്രതികാരം. ഇവിടെ നമ്മൾ ഒരു നിമിഷം നിന്ന് ചിന്തിക്കണം. എന്താണ് ചോള സാമ്രാജ്യത്തിന് സംഭവിച്ചത്? ആരും അവരെ ഒറ്റയടിക്ക് തോൽപ്പിച്ചതല്ല, അവർ സ്വയം ഇല്ലാതാവുകയായിരുന്നു. അഹങ്കാരം, അമിതമായ യുദ്ധങ്ങൾ, അതോ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതോ? ഗംഗൈകൊണ്ട ചോളപുരത്തെ കൊട്ടാരത്തിന്റെ കാര്യം തന്നെ നോക്കൂ. ഇന്നവിടെ പോയാൽ നിങ്ങൾക്ക് വെറും മൺകൂനകൾ മാത്രമേ കാണാൻ കഴിയൂ. മാലിഗൈ മെഡു എക്സ്കവേഷൻസ്. തഞ്ചാവൂരിലെ വലിയ ക്ഷേത്രം മാത്രം തലയുയർത്തി നിൽക്കുന്നു. എന്തുകൊണ്ട് കൊട്ടാരങ്ങൾ നശിച്ചു? പാണ്ഡ്യന്മാർ പിന്നീട് ആക്രമിച്ചപ്പോൾ ചോളന്മാരുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു നിരത്തി ആ ഇഷ്ടികകൾ കൊണ്ട് സ്വന്തം കെട്ടിടങ്ങൾ പണിതു എന്നാണ് ചരിത്രം. അത്രത്തോളം വെറുപ്പ് പാണ്ഡ്യന്മാർക്ക് ചോളരോടുണ്ടായിരുന്നു. ഇനി കഥയുടെ അവസാന ഭാഗങ്ങളിലേക്ക്. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അന്ത്യം എത്ര വേദനാജനകമായിരിക്കും. അവസാനത്തെ ചോള രാജാവ് രാജേന്ദ്രൻ മൂന്നാമൻ. അദ്ദേഹം ആരുമില്ലാതെ സ്വന്തം രാജ്യത്ത് ഓടിയൊളിക്കേണ്ടി വന്ന ഗതികെട്ട അവസ്ഥ. സമയം സായാഹ്നത്തോടടുക്കുന്നു. ഗംഗൈകൊണ്ട ചോളപുരത്തെ ആകാശം ചുവന്നിരിക്കുന്നു. അത് സൂര്യൻ അസ്തമിക്കുന്നതുകൊണ്ടല്ല, ദൂരെ അതിർത്തികളിൽ നിന്നുയരുന്ന തീയുടെ നിറമാണത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. ചോള സാമ്രാജ്യമെന്ന വൻമരം ഉണങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞുപോയി, വേരുകൾ ദ്രവിച്ചു. ഒരു കാലത്ത് ആയിരക്കണക്കിന് കപ്പലുകൾ നിറഞ്ഞുനിന്ന നാഗപട്ടണം തുറമുഖം ഇപ്പോൾ നിശബ്ദമാണ്. കപ്പലുകൾക്ക് പകരം അവിടെ കാറ്റിലുലയുന്ന മീൻ വലകൾ മാത്രം. എവിടെ പോയി ആ പ്രതാപം? എവിടെ പോയി രാജരാജനും രാജേന്ദ്രനും? അവരുടെ പിന്മുറക്കാർ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നത് രാജരാജ ചോളൻ മൂന്നാമനാണ്. പേരിൽ രാജരാജൻ എന്നേയുള്ളൂ. ആ പഴയ രാജരാജന്റെ നിഴല് പോലും ഇദ്ദേഹത്തിലില്ല. അദ്ദേഹം ഭീരുവല്ല, പക്ഷേ അശക്തനാണ്. ചുറ്റും നിൽക്കുന്ന ശത്രുക്കളെ നേരിടാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പഴയ ചോളപ്പുലിയുടെ കരുത്തില്ല. സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാൻ തെക്കുനിന്നൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ടായിരുന്നു. അതിന്റെ പേര് പാണ്ഡ്യന്മാർ, ദ പാണ്ഡ്യാസ്. മധുരയിലെ കനൽ, പാണ്ഡ്യരുടെ പ്രതികാരം. നൂറ്റാണ്ടുകളായി ചോളരുടെ പാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നവരാണ് പാണ്ഡ്യന്മാർ. ചോള രാജാക്കന്മാർ പാണ്ഡ്യന്മാരെ തോൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവരെ അപമാനിച്ചിരുന്നു. മധുരൈ കൊണ്ടാൻ, കോൺക്കറർ ഓഫ് മധുരൈ എന്ന് ചോള രാജാക്കന്മാർ പേരിട്ടു. പാണ്ഡ്യ രാജാക്കന്മാരുടെ കിരീടം തട്ടിയെടുത്ത് ഈഴം, ശ്രീലങ്ക നാട്ടിൽ ഒളിപ്പിച്ചു. പാണ്ഡ്യന്മാരെക്കൊണ്ട് കൊട്ടാരത്തിൽ അടിമപ്പണി ചെയ്യിച്ചു. പക്ഷേ പാണ്ഡ്യന്മാരതെല്ലാം സഹിച്ചു. അവർ കാത്തിരുന്നു. കാലമെന്ന ചക്രം തിരിയുമല്ലോ. ഇപ്പോൾ അത് തിരിഞ്ഞു. മധുരയിൽ മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ അധികാരമേറ്റു. അദ്ദേഹം തന്റെ വാൾ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് പ്രതിജ്ഞയെടുത്തു. ചോളനാട് കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ ഞാൻ ഈ വാൾ ഉറയിലിടൂ. മധുരയിലെ കനൽ, പാണ്ഡ്യരുടെ പ്രതികാരം. നൂറ്റാണ്ടുകളായി ചോളരുടെ പാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നവരാണ് പാണ്ഡ്യന്മാർ. ചോള രാജാക്കന്മാർ പാണ്ഡ്യന്മാരെ തോൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവരെ അപമാനിച്ചിരുന്നു. മധുരൈ കൊണ്ടാൻ, കോൺക്കറർ ഓഫ് മധുരൈ എന്ന് ചോള രാജാക്കന്മാർ പേരിട്ടു. പാണ്ഡ്യ രാജാക്കന്മാരുടെ കിരീടം തട്ടിയെടുത്ത് ഈഴം, ശ്രീലങ്ക നാട്ടിൽ ഒളിപ്പിച്ചു. പാണ്ഡ്യന്മാരെക്കൊണ്ട് കൊട്ടാരത്തിൽ അടിമപ്പണി ചെയ്യിച്ചു. പക്ഷേ പാണ്ഡ്യന്മാരതെല്ലാം സഹിച്ചു. അവർ കാത്തിരുന്നു. കാലമെന്ന ചക്രം തിരിയുമല്ലോ. ഇപ്പോൾ അത് തിരിഞ്ഞു. മധുരയിൽ മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ അധികാരമേറ്റു.
അദ്ദേഹം തൻ്റെ വാൾ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് പ്രതിജ്ഞയെടുത്തു. ചോളനാട് കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ ഞാൻ ഈ വാൾ ഉറയിലിടൂ. എൻ്റെ പൂർവികരുടെ കണ്ണീരിന് ഞാൻ ചോളൻ്റെ രക്തം കൊണ്ട് മറുപടി നൽകും. പാണ്ഡ്യസൈന്യം വടക്കോട്ട് നീങ്ങി. അതൊരു യുദ്ധമായിരുന്നില്ല, അതൊരു പ്രളയമായിരുന്നു. തഞ്ചാവൂരിലേക്കുള്ള വഴിയിൽ കണ്ട ചോള സൈന്യത്തെയെല്ലാം അവർ വെട്ടിവീഴ്ത്തി. ഗ്രാമങ്ങൾ കത്തിച്ചു. ഒടുവിലവർ തഞ്ചാവൂരിലെത്തി. രാജരാജ ചോളൻ മൂന്നാമൻ ഭയന്നു വിറച്ചു. തൻ്റെ കൊട്ടാരം ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നു, രക്ഷിക്കാൻ ആരുമില്ല. സുന്ദരപാണ്ഡ്യൻ തഞ്ചാവൂർ കൊട്ടാരത്തിൽ കയറി. പക്ഷേ അദ്ദേഹം രാജരാജനെ കൊന്നില്ല. പകരം അതിലും വലിയൊരു ക്രൂരത ചെയ്തു. അദ്ദേഹം രാജരാജനെ കൊണ്ട് തൻ്റെ കാൽക്കൽ വീഴിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പൂർവികർ ഞങ്ങളോട് ചെയ്തതോർമ്മയുണ്ടോ? ഇന്ന് നിന്റെ തല എൻ്റെ പാദത്തിന് കീഴിലാണ്. നിനക്ക് ഞാൻ ജീവൻ തിരിച്ചു നൽകുന്നു, പക്ഷേ രാജാവായിട്ടല്ല, എൻ്റെ സാമന്തനായിട്ട്. ഇതൊരു വലിയ അപമാനമായിരുന്നു. ഒരു കാലത്ത് രാജാക്കന്മാരുടെ രാജാവായിരുന്ന ചോളൻ ഇന്ന് പാണ്ഡ്യൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന വെറും നാടുവാഴിയായി മാറി. സാമന്തന്മാരുടെ ചതി. കോപ്പെരിഞ്ചിങ്ങൻ്റെ കഥ. ഒരു സിംഹത്തിനു വയസ്സായാൽ കാട്ടിലെ കുറുക്കന്മാർ പോലും അതിനെ കളിയാക്കും. പാണ്ഡ്യന്മാരോട് തോറ്റതോടെ ചോള സാമന്തന്മാർ രാജാവിനെ അനുസരിക്കാതെയായി. അതിലേറ്റവും വലിയ ചതിയൻ കോപ്പെരിഞ്ചിങ്കനായിരുന്നു. ഇവൻ പഴയ പല്ലവ രാജവംശത്തിൻ്റെ പിൻഗാമിയാണെന്ന് അവകാശപ്പെടുന്ന കടവക്കുലത്തലവനാണ്. ചോളരുടെ കൂടെ നിന്ന സാമന്തൻ. പക്ഷേ ചോളൻ ദുർബലനായെന്ന് കണ്ടപ്പോൾ കോപ്പെരിഞ്ചിങ്കൻ തനിനിറം കാണിച്ചു. ഒരു ദിവസം രാജരാജ ചോളൻ മൂന്നാമൻ യാത്ര ചെയ്യുമ്പോൾ കോപ്പെരിഞ്ചിങ്കൻ്റെ സൈന്യം അദ്ദേഹത്തെ ആക്രമിച്ചു. രാജാവിനെ അവർ പിടികൂടി. എന്നിട്ട് സേന്തമംഗലം കോട്ടയിലെ ഇരുണ്ട തടവറയിലടച്ചു. ചിന്തിച്ചു നോക്കൂ, രാജേന്ദ്ര ചോളന്റെ പിൻഗാമി, കടൽ കീഴടക്കിയ വംശത്തിലെ രാജാവ്. അദ്ദേഹം സ്വന്തം നാട്ടിലെ ഒരു ചെറിയ കോട്ടയിൽ സ്വന്തം സാമന്തന്റെ തടവുകാരനായി കിടക്കുന്നു. കയ്യിൽ വിലങ്ങുകൾ, ഇരുട്ടിൽ എലികളുടെയും പാറ്റകളുടെയും കൂടെ. ഈ വാർത്ത ദക്ഷിണേന്ത്യ മുഴുവൻ ഞെട്ടലോടെ കേട്ടു. ചോള സാമ്രാജ്യം അവസാനിച്ചു എന്നെല്ലാവരും വിധിയെഴുതി. പക്ഷെ അപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. കർണാടകത്തിലെ ഹൊയ്സാല രാജാക്കന്മാർ ചോളരുമായി വിവാഹബന്ധം പുലർത്തിയിരുന്നു. അവർ ചോളനെ സഹായിക്കാൻ വന്നു. അവർ കോപ്പെരിഞ്ചിങ്ങനെ ഭീഷണിപ്പെടുത്തി രാജാവിനെ മോചിപ്പിച്ചു. രാജരാജ ചോളൻ മൂന്നാമൻ വീണ്ടും സിംഹാസനത്തിലിരുന്നു. പക്ഷേ അതൊടിഞ്ഞ സിംഹാസനമായിരുന്നു. അദ്ദേഹത്തിന് അധികാരമില്ല, പേര് മാത്രം. അവസാനത്തെ പോരാളി രാജേന്ദ്രൻ മൂന്നാമൻ. രാജരാജൻ മൂന്നാമന്റെ മരണശേഷം അവസാനത്തെ ചോളരാജാവ് അധികാരമേറ്റു. രാജേന്ദ്ര ചോളൻ മൂന്നാമൻ. അദ്ദേഹം തന്റെ പേരിനൊത്ത വീരനായിരുന്നു. തകർന്നടിഞ്ഞ സാമ്രാജ്യത്തെ എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കണം എന്ന വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പാണ്ഡ്യന്മാർക്കെതിരെ പൊരുതി, ചില വിജയങ്ങൾ നേടി. ചോളൻ മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ അദ്ദേഹം ജനിച്ചത് തെറ്റായ കാലത്തായിരുന്നു. അപ്പോഴേക്കും പാണ്ഡ്യന്മാർ കൂടുതൽ ശക്തരായി കഴിഞ്ഞിരുന്നു. പാണ്ഡ്യസിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പാണ്ഡ്യചക്രവർത്തിയാണ്, ജടാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ. എമ്മണ്ഡലവും കൊണ്ടരുളിയ വീരൻ. ജടാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ ഒരു കൊടുങ്കാറ്റായിരുന്നു. അദ്ദേഹം ആദ്യം ഹൊയ്സാലന്മാരെ തോൽപ്പിച്ചു. അതോടെ ചോളരുടെ ഏക സുഹൃത്തും നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം ചോളനാട്ടിലേക്ക് തിരിഞ്ഞു. രാജേന്ദ്രൻ മൂന്നാമൻ ഒറ്റപ്പെട്ടു. സഖ്യകക്ഷികളില്ല, പണമില്ല, സൈന്യം കുറവ്. എങ്കിലും അദ്ദേഹം തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരു ചോളൻ ഒരിക്കലും മുട്ടുകുത്തില്ല, മരിച്ചു വീഴുകയേയുള്ളൂ. ഗംഗൈ കൊണ്ട ചോളപുരത്തിന്റെ അന്ത്യം. ക്രിസ്തുശകം 1279. അവസാനത്തെ യുദ്ധം. പാണ്ഡ്യസൈന്യം ഗംഗൈ കൊണ്ട ചോളപുരത്തെ വളഞ്ഞു. രാജരാജൻ ഒന്നാമൻ പണിതുയർത്തിയ ആ മഹാനഗരം, ഏഷ്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം. ഇത്തവണ പാണ്ഡ്യന്മാർ കരുണ കാണിച്ചില്ല. അവർ നഗരത്തിലേക്ക് തീപ്പണ്ടങ്ങളെഴിഞ്ഞു. കൊട്ടാരങ്ങൾ കത്തി, മരത്തൂണുകൾ കത്തിവീണു. ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ തകർക്കപ്പെട്ടു. രാജേന്ദ്രൻ മൂന്നാമൻ യുദ്ധക്കളത്തിൽ പൊരുതി. പക്ഷേ പാണ്ഡ്യരുടെ വമ്പൻ സൈന്യത്തിനു മുന്നിൽ ചോളപ്പടയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. രാജേന്ദ്രൻ മൂന്നാമൻ തോൽപ്പിക്കപ്പെട്ടു. അദ്ദേഹം യുദ്ധക്കളത്തിൽ മരിച്ചോ അതോ എവിടെയെങ്കിലും ഓടിപ്പോയി ഒളിച്ചോ? ചരിത്രം അവിടെ മൗനം പാലിക്കുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല.
അതോടെ ചോളവംശത്തിൻ്റെ പ്രധാന താഴ്വഴി മെയിൻ ലൈനേജ് എന്നേക്കുമായി അസ്തമിച്ചു. പാണ്ഡ്യരാജാവ് ചോള തലസ്ഥാനത്ത് ഒരു വലിയ അപമാനം കൂടി ചെയ്തു. അവർ ചോളരുടെ കൊട്ടാരങ്ങളിരുന്ന സ്ഥലത്ത് ആവണക്ക് കാസ്റ്റർ സീഡ്സ് വിതച്ചു. അക്കാലത്ത് ശത്രുരാജ്യം പൂർണ്ണമായി നശിപ്പിച്ചു എന്നതിൻ്റെ അടയാളമായിരുന്നു അവിടെ ആവണക്ക് വിതയ്ക്കുന്നത്. ഇനി അവിടെ ഒന്നും മുളക്കില്ല എന്ന ശാപം. ഗംഗൈ കൊണ്ട ചോളപുരം, ഗംഗയെ കീഴടക്കിയവന്റെ നഗരം, വെറും മൺകൂനകളായി മാറി. അവിടുത്തെ രാജവീഥികളിൽ മുൾച്ചെടികൾ വളർന്നു. കൊട്ടാരത്തിലെ സംഗീതം നിലച്ചു. പകരം കുറുക്കന്മാരുടെ ഓരിയിടൽ മാത്രം. ചോള തടാകത്തിൻ്റെ കണ്ണീർ. ചോളൻ നിർമ്മിച്ച ആ വലിയ തടാകം ചോളഗംഗം. അതിൻ്റെ ചിറകൾ സംരക്ഷിക്കാൻ ആളായില്ല. മണ്ണടിഞ്ഞു, വെള്ളം വറ്റി. വിജയത്തിൻ്റെ ജലം എന്ന് വിളിച്ചിരുന്ന ആ തടാകം വരണ്ടുണങ്ങി. നാഗപട്ടണത്ത് നിന്ന് കപ്പലുകൾ പോകാതായി. കടൽക്കാക്കകൾ മാത്രം അവിടെ ബാക്കിയായി. ചോളന്റെ പുലിക്കൊടി ഇനി ആരും ഉയർത്താനില്ലാതെ മണ്ണിൽ കിടന്നു ദ്രവിച്ചു. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 4 നൂറ്റാണ്ടുകൾ, 400 years. 9-ാം നൂറ്റാണ്ടിൽ വിജയലായ ചോളൻ നട്ട ഒരു വിത്ത്. രാജരാജനും രാജേന്ദ്രനും ചേർന്ന് അത് വൻ മരമാക്കി. ലോകം മുഴുവൻ അതിൻ്റെ തണലിൽ നിന്നു. അവസാനം അത് വേരുകളറ്റു വീണു. എന്താണ് ബാക്കിയായത്? തഞ്ചാവൂരിലെയും ഗംഗൈ കൊണ്ട ചോളപുരത്തെയും ക്ഷേത്രങ്ങൾ. അവ ഇന്നും നിൽക്കുന്നു, കല്ലിൽ കൊത്തിയ കവിതകൾ പോലെ. ആ ക്ഷേത്രങ്ങളിലെ ചുമരുകളിൽ രാജാക്കന്മാരുടെ പേരുകളുണ്ട്. പക്ഷേ ആ പേരുകൾ വായിക്കാൻ ഇന്നാരുമില്ല. ജനങ്ങൾ പുതിയ രാജാക്കന്മാരെ സ്വീകരിച്ചു. ചരിത്രം മുന്നോട്ടൊഴുകി. ചോള സാമ്രാജ്യം ഒരു ഓർമ്മ മാത്രമായി. കാലത്തിൻ്റെ ചുഴി, ടൈം ലൂപ്പ് എൻഡിംഗ്. ഇന്നത്തെ കാലത്തിലേക്ക് മടക്കം. ശ്രദ്ധിക്കൂ, യുദ്ധത്തിൻ്റെ ഒച്ചകൾ നിലയ്ക്കുന്നു. തീയുടെ ചൂട് കുറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമോ? ആ പഴയ കടലിൻ്റെ ശബ്ദം മാത്രം. 1279 നിന്ന് നമ്മൾ വർത്തമാനകാലത്തിലേക്ക് തിരികെ വരികയാണ്. കണ്ണുകൾ തുറക്കൂ. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അതേ നാഗപട്ടണത്തിൻ്റെ തീരത്താണ്. പക്ഷേ വർഷം 2025. ചുറ്റും നോക്കൂ. ആയിരക്കണക്കിന് യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്ന കടലിൽ ഇപ്പോൾ ചെറിയ മീൻപിടുത്ത വള്ളങ്ങൾ മാത്രം. ഗംഗൈ കൊണ്ട ചോളപുരത്ത് കൊട്ടാരങ്ങളുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും വയലുകളാണ്. കർഷകർ നിലമുഴുന്നു. അവർക്കറിയില്ല അവരുടെ കലപ്പ തട്ടുന്നത് ഒരു ചക്രവർത്തിയുടെ സിംഹാസനത്തിൻ്റെ അവശിഷ്ടങ്ങളിലാണെന്ന്. ആരാണ് ജയിച്ചത്? രാജേന്ദ്ര ചോളനാണോ അതോ പാണ്ഡ്യന്മാരാണോ? അല്ല, ജയിച്ചത് കാലം മാത്രമാണ്. കടൽ ഇന്നും അതേപോലെ തിരയടിക്കുന്നു. അന്ന് രാജേന്ദ്ര ചോളന്റെ കപ്പലുകളെ കൊണ്ടുപോയ അതേ കടൽ. അതിനു ഭാവഭേദങ്ങളില്ല, അതിന് ഓർമ്മകളില്ല. പക്ഷേ ചില രാത്രികളിൽ നാഗപട്ടണത്തെ കടപ്പുറത്തൊറ്റയ്ക്കിരിക്കുമ്പോൾ, കാറ്റിന് ദിശ തെറ്റുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ദൂരെ നിന്ന് ഒരു യുദ്ധകാഹളം. വെട്രിവേൽ, വീരവേൽ. അതോ അത് വെറും തോന്നലാണോ? ചോള സാമ്രാജ്യം നമ്മോട് പറയുന്നൊരു സത്യമുണ്ട്. വലിയ കപ്പലുകളുണ്ടാക്കാം, ആകാശം മുട്ടുന്ന ക്ഷേത്രങ്ങൾ പണിയാം, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാം. പക്ഷേ കടലിനെ കീഴടക്കിയവർ ഭൂമിയെ ഭരിച്ചതല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ തിരമാലകളിൽ സ്വന്തം പേരെഴുതി ചേർത്തവരാണ്. തിരമാലകൾ മായ്ച്ചാലും കടലിൻ്റെ ഓരോ തുള്ളിയിലും അവരുടെ ഉപ്പ് കലർന്നിട്ടുണ്ടാകും. ചോള സാമ്രാജ്യം മരിച്ചിട്ടില്ല. നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മൾ കാണുന്ന ക്ഷേത്രങ്ങളിൽ, കടലിലൂടെ പോകുന്ന ഓരോ കപ്പലിലും അവരുടെ ആത്മാവ് ജീവിക്കുന്നു. ഇത് സമുദ്രത്തിലെ സാമ്രാജ്യം, അസ്തമിക്കാത്ത സൂര്യൻ്റെ കഥ.